പക്ഷെ എനിക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നാറുണ്ട്, ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലിയായ സ്ത്രീ, ഏറ്റവും ധൈര്യശാലിയായ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. ഏത് പ്രതിസന്ധിയും ഏത് പോരാട്ടവും ദൈവശബ്ദം കേട്ട് മാത്രം ചെയ്യണമെന്നും, ദൈവശബ്ദം കേൾക്കുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കുവാൻ കർത്താവ് നമ്മളോട് കൂടെയുണ്ട് എന്നും സ്വന്തം ജീവിതത്തിൽ കൂടി പഠിപ്പിച്ച വലിയ ശക്തിയുള്ള ധീരയായ ഒരു വനിതയായാണ് പരിശുദ്ധ അമ്മയെ നാം ഓരോരുത്തരും മനസ്സിൽ കാണേണ്ടത്. ഈ ശൂനോയ പെരുന്നാളിൽ പരിശുദ്ധ അമ്മയെ പോലെ ദൈവശബ്ദം കേൾക്കാനും ദൈവശബ്ദത്തെ വിവേകത്തോടെ ഏറ്റെടുക്കാനും ധൈര്യത്തോടുകൂടി പതറിപ്പോകാതെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോഴും പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിൽ യുഗകാലങ്ങളിലൊക്കെയും മറവായിരിക്കുന്ന ഒരു മർമ്മമാണ് പരിശുദ്ധ അമ്മയിൽ അടങ്ങിയിരിക്കുന്ന യേശു തമ്പുരാൻ എന്ന് ഓരോ പാട്ടിലും നമ്മൾ പാടാറുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ പെട്ടകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഫറവോൻ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, എബ്രായരുടെ ഇടയിൽ ഇനി ഒരു ആൺ പൈതൽ ജീവിക്കാൻ പാടില്ല എന്ന്. എന്നാൽ എബ്രായ മാതാപിതാക്കൾക്ക് സുന്ദരനായ ഒരു ആൺ പൈതൽ ജനിക്കുകയും അവനെ 3 മാസം വരെയും അവർ ഭവനത്തിൽ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു. ആരായിരുന്നു ആ പൈതൽ? മോശയായിരുന്നു ആ പൈതൽ. എന്നാൽ 3 മാസത്തിന് ശേഷം അവനെ ഇനി സൂക്ഷിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ അവർ ഒരു ഞാങ്ങണ പെട്ടകത്തിനുള്ളിലാക്കിയിട്ട് നൈൽ നദിയിൽ കൂടി ഒഴുക്കി വിടുകയാണ്. കാരണം ദൈവത്തിന് ആ കുഞ്ഞിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ ഒരു വ്യക്തിയെ ഒരു പെട്ടകത്തിനുള്ളിൽ വെച്ച് ഈ നൈൽ നദിയിൽ കൂടി ഒഴുക്കി വിട്ടുവെങ്കിൽ ഒരു ജനതയെ നയിക്കാൻ തക്കവണ്ണം ഒരു വ്യക്തിയെ രക്ഷിക്കേണ്ടത് ആവശ്യമെന്ന് സ്വർഗത്തിന് മനസ്സുണ്ടായി. വീണ്ടും അടുത്ത പെട്ടകം കാണുന്നത് നോഹയുടെ കാലത്ത് നോഹ വിളിച്ചു പറയുകയുണ്ടായി, ഇതാ ലോകത്തിന് നാശം വരാൻ പോകുന്നു, നിങ്ങളെല്ലാം നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ആരും കേട്ടില്ല എങ്കിലും നോഹ ഓരോ ദിനവും പെട്ടകത്തിൻ്റെ പണി പൂർത്തിയാക്കി. കാലം തികഞ്ഞപ്പോൾ താനും തനിക്കുള്ള പ്രിയപ്പെട്ടവരും തൻ്റെ മക്കളും തൻ്റെ കന്നുകാലികളും എല്ലാം ആ പെട്ടകത്തിനുള്ളിലുണ്ടാക്കി. മഹാപ്രളയം വന്നപ്പോൾ നോഹ തൻ്റെ കുടുംബത്തെ ഒരു പെട്ടകത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേൽ ജനം. കനാനിലേക്ക് ലക്ഷ്യം വെച്ച് നടക്കുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട് എന്ന അടയാളമായിട്ട് സാക്ഷ്യപ്പെട്ടകം ഇസ്രായേലിൻ്റെ മുൻപിൽ ഇങ്ങനെ നടക്കുകയാണ്. അതാണ് മൂന്നാമത്തെ പെട്ടകം. ആദ്യത്തെ പെട്ടകം മോശക്കുഞ്ഞിനെ വഹിച്ച പെട്ടകം ഒരു വ്യക്തിയുടെ സംരക്ഷണത്തെയാണ് അവിടെ കാണിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ പെട്ടകമായ നോഹയുടെ പെട്ടകം ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണത്തെയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ പെട്ടകമായ ഇസ്രായേലിൻ്റെ സാക്ഷ്യപ്പെട്ടകം ഇസ്രായേൽ ജനതയുടെ സംരക്ഷണമാണ്. എന്നാൽ നാലാമതൊരു പെട്ടകമുണ്ട്. ആ പെട്ടകമാണ് പരിശുദ്ധ അമ്മ. നാലാമത്തെ പെട്ടകമാണ് പരിശുദ്ധ അമ്മ. അത് നമ്മൾ പാടുന്നുണ്ട്, മന്നാ നിക്ഷേപിത ചെപ്പ്. ഇസ്രായേൽ ജനത്തിന് വിശന്നപ്പോൾ ദൈവം കൊടുത്ത ആഹാരമായ മന്ന, അത് ചീഞ്ഞു പോയെങ്കിലും അത് പുഴുത്തു പോയെങ്കിലും ജീവന്റെ അപ്പമായ നിത്യമന്നയായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ആ ക്രിസ്തുവിനെ വഹിച്ച പെട്ടകമായി പരിശുദ്ധ അമ്മ മാറ്റപ്പെടുകയാണ്. ഒന്നാമത്തെ പെട്ടകം ഒരു വ്യക്തിയുടെ ആണെങ്കിൽ രണ്ടാമത്തെ നോഹയുടെ പെട്ടകം ഒരു കുടുംബത്തിൻ്റെയാണ്. മൂന്നാമത്തെ പെട്ടകം ഇസ്രായേലിൽ നിന്നൊരു ജനത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ആണെങ്കിൽ നാലാമത്തെ പെട്ടകം ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടി, മാനവരാശിയെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടി അവതരിച്ച നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണമായിരിക്കുന്ന യേശു തമ്പുരാനെ വഹിച്ച പെട്ടകമാണ് പരിശുദ്ധ അമ്മ എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ നാളുകൾക്ക് മുമ്പ് മുതൽ പറയുന്നത്. നമ്മൾ പാടാറുണ്ട്, രാജജനത്രീ ബേദലഹേമേ മൂടി മുടയുന്നോൻ നിന്നിലുദിച്ചു. എവിടെയാ? 800 വർഷങ്ങൾക്ക് മുൻപാണ് ആ പാട്ട്. രാജജനത്രി, നിന്നെ ബേദലഹേമിൻ്റെ നക്ഷത്രമായിട്ട് ഇതാ ഒരുവൻ ജനിക്കുന്നു എന്ന്. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 11-ാം അധ്യായത്തിൽ, ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അങ്ങനെ യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നുണ്ട്. പ്രവാചകന്മാരെല്ലാം സാക്ഷിച്ച ആ പെട്ടകം പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ ധൈര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളെല്ലാം ടി വിയിൽ കൂടെ വാർത്ത നോക്കിക്കൊണ്ടിരുന്നു. എന്തായിരുന്നു ആ വാർത്ത?
ഇത്ര ശബ്ദമുള്ളൂ. അവരെ ജയിലിൽ നിന്ന് വിട്ടു. ഇന്നലെ വലിയ പ്രാർത്ഥനകൾ കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടും ഒക്കെ അവർ ജയിൽ മോചിതരായി. സാധാരണഗതിയിൽ ഒരാൾ എന്നെ സംബന്ധിച്ച് എന്നെ ഉദാഹരണം പറയാം. ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണെന്നറിയോ? സെൻഡ് ചെയ്യാമോ കൊച്ചമ്മേ, സെൻഡ്. ഇന്നലെ മദർ തെരേസയെക്കുറിച്ചും ജോൺ ബ്രിട്ടാസ് പറഞ്ഞതെന്ന് കേട്ടിട്ട് ഒരാൾ പോലും സെൻഡ് ചോദിച്ചില്ല. കാരണം എന്താണെന്നറിയോ? അവർക്കറിയാതെ തീക്കളിയാണെന്ന്. അല്ലേ? മിഷണറി സ്കൂളുകളിൽ പഠിച്ചവരല്ലേ നിങ്ങളെ ആരെങ്കിലും മതം മാറ്റിയോ എന്നൊക്കെ ചോദിച്ചത്. നമ്മൾ എന്തിനാ ഈ ആവശ്യമില്ലാത്തതിനകത്തൊക്കെ നമ്മളിങ്ങനെ രഹസ്യമായ ക്രിസ്ത്യാനികളൊക്കെ ആയിട്ട് ജീവിക്കാൻ ഓരോ ദിവസവും. എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഏതൊരു കഥയാണെന്നറിയാമോ? ഒരു വീട്ടിലൊരിക്കൽ ഭാര്യയും ഭർത്താവും കൂടെ പറയുകയാണ്, ഇവിടെ എലി ഓടി നടക്കുന്നുണ്ട്, നമുക്കൊരു എലിപ്പെട്ടി വെക്കണമെന്ന്. എലി ഇത് കേട്ടിട്ട് ഓടി വന്ന് കോഴിയോട് പറഞ്ഞു, കോഴി എലിപ്പെട്ടി വെക്കാൻ പോവാ. കോഴി പറഞ്ഞു, അതിന് ഞാനെന്തോ വേണം? എലി ഓടി ആടിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇവിടെ എലിപ്പെട്ടി വെക്കാൻ പോവാ, അത് നീ പേടിച്ചാൽ മതി, ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് എലി ഓടിച്ചെന്ന് പോത്തിനോട് പറഞ്ഞു, ഇവിടെ ഒരു എലിപ്പെട്ടി വെക്കാൻ പോവാ, അത് നിന്റെ കാര്യമാണ്, ഇത്രയും വലിയ എൻ്റെ കാര്യം, ഇത് ഞാൻ ഒത്തിരി ദൂരെയാ, അത് എൻ്റെ കാര്യമൊന്നും അല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എലിപ്പെട്ടി അവർ വെച്ചു. എലിപ്പെട്ടി വീഴുന്ന ശബ്ദവും എലി വീഴുന്ന ശബ്ദവും കേട്ട് ഗൃഹനാഥൻ ഓടി വന്ന് എലിപ്പെട്ടി എടുത്തു. പക്ഷെ അതൊരു പാമ്പിൻ്റെ വാലായിരുന്നു, തല പുറത്തായിരുന്നു. പാമ്പി ഗൃഹനാഥനെ കൊത്തി. ഗൃഹനാഥനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ചെന്നു. അയാളുടെ സൗഖ്യവും വിവരമൊക്കെ അന്വേഷിക്കാൻ ചേട്ടാനിയന്മാരും മക്കളൊക്കെ വന്നു. കുറച്ച് പേരൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ ആ കോഴിയെ കൊന്ന് അവർ കറി വെച്ച് എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞ് ഗൃഹനാഥൻ സൗഖ്യപ്പെട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ വൈദ്യൻ പറഞ്ഞു, ഒരു ആട്ടിൻ സൂപ്പ് കൊടുത്താൽ മാറ്റം ഉണ്ടാവുമെന്ന്. വീട്ടിലുള്ള കുടുംബനാഥ ഒന്നും ഓർത്തില്ല. ആ വീട്ടിലെ ആടിനെ കൊന്ന് അവരെന്ത് ചെയ്തു കൊടുത്തു? സൂപ്പ് വെച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം അങ്ങ് മരിച്ചുപോയി. മരണം കഴിഞ്ഞ് ദുഃഖാചരണമൊക്കെ കഴിഞ്ഞ് അടിയന്തരത്തിൻ്റെ സമയത്ത് ഇനി എന്തിനാ പോത്തിനെ പുറത്തു പോയി അന്വേഷിക്കുന്നത്, ഇവിടെ ഉണ്ടല്ലോ, അതിനെ കൊന്നും. പക്ഷെ അപ്പോഴും തട്ടും പുറത്ത് എലി നല്ല സുരക്ഷിതമായി ഓടി നടക്കുകയായിരുന്നു. ഇപ്പം നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ സുരക്ഷിതമായിട്ട് ഓടി നടക്കുകയാണെന്ന്. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ധൈര്യം ഇതായിരുന്നു. കാരണം ലോകം മുഴുവനും എന്നെ കല്ലെറിഞ്ഞാലും, ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിയാലും ക്രിസ്തുവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാൻ തയ്യാറായതുകൊണ്ടാണ് മാനവരാശിയുടെ മുഴുവൻ പ്രത്യാശയായ ക്രിസ്തു തമ്പുരാൻ നമ്മെ രക്ഷിക്കുവാനായി ഭൂമിയിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധ അമ്മ ഒരു പെട്ടകമായി, ഒരു മുഖാന്തരമായി മാറിയത്. ജീവിതത്തിൻ്റെ തനതായ സ്ഥലങ്ങളിലെല്ലാം ധൈര്യത്തോടുകൂടി ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് മക്കളുടെ മുൻപിൽ സാക്ഷിച്ചു കൊടുക്കുവാൻ, ജീവിച്ച് കാണിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം സാക്ഷ്യമുള്ള ജീവിതമായി തീരുന്നത്. ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം തന്നെയാണ്. ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാണെന്നാണ് ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത്. ആ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. ഏതാണ് ആ പ്രത്യാശ? ആരാണ് ഈ പറയുന്നത്? പൗലോസ് ശ്ലീഹയാണ് ഈ പറയുന്നത്. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് പ്രത്യാശ എന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിന് ഒന്ന് തിരികെ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ ഫെലിസ്തോസ് പൗലോസിനെ ഭ്രാന്തൻ എന്നാണ് വിളിച്ചത്. ബർബരന്മാരുടെ അടുക്കൽ ചെന്ന് തീയിടാൻ നേരത്ത് വിറകെടുത്തപ്പോൾ അണലി കയ്യിൽ കടിച്ചപ്പോൾ കുലപാതകൻ എന്ന് വിളിച്ചവനാണ്. കുപ്രോസ് ദ്വീപിലേക്ക് പോയത് കയ്യിൽ ചങ്ങലയിട്ടിട്ടാണ്. ക്രിസ്തുവിനെ പ്രതി കഷ്ടവും നിന്ദയും ഒന്നും സാരമില്ല എന്ന് പറയുമ്പോഴും പൗലോസിനൊരു പ്രതീക്ഷയുണ്ട്. കാരണം പൗലോസിനൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെയും നങ്കൂരമായിരിക്കണമെന്നാണ് ഈ സന്ധ്യയിൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് നങ്കൂരം? നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കാണ് ഈ നങ്കൂരം. നങ്കൂരം എപ്പോഴും കപ്പലുമായി ബന്ധപ്പെട്ട വാക്കാണ്. ഈ നങ്കൂരമാണ് കപ്പല് മുന്നോട്ട് നീങ്ങുന്നത് തടയാൻ ഒരു കൊളുത്ത് പോലെ പിടിച്ചു നിർത്തുന്ന, കപ്പൽ കാറ്റിലും കോളിലുമൊക്കെ ആടി ഉലയാതിരിക്കാൻ പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ കടൽ തീരവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കൊളുത്താണ് ഈ നങ്കൂരം. നമ്മെ ദുഃഖത്തിലെയും പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും സങ്കടങ്ങളുടെയും ഒക്കെ കുഴിയിലേക്ക് വീഴാതെ ഇരിക്കാൻ നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു കൊളുത്തായിരിക്കണം പ്രത്യാശ. എന്തെല്ലാം സംഭവിച്ചാലും ഈ പ്രത്യാശയിൽ നിന്ന് മാറിപ്പോകുകയില്ല എന്നുള്ളൊരു ധൈര്യം. നമുക്കെല്ലാം ജീവിതത്തിൽ ഓരോ സ്വപ്നങ്ങളുള്ളവരാണ്, ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളുള്ളവരാണ് നമ്മൾ. എന്നാൽ സ്വപ്നങ്ങളിലേക്ക് നടക്കാൻ നാളുകളെടുത്താണ് പല സ്വപ്നങ്ങളിലേക്ക് നമ്മൾ അടുക്കുന്നത്. പക്ഷെ പലപ്പോഴും നടക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, ഇനി ഇത് നടക്കത്തില്ല എന്ന് പോലും ചിന്തിക്കുന്ന പല സ്വപ്നങ്ങളും നമുക്കുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മളെ എത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന
നമ്മുടെ പ്രത്യാശ ആ യാത്രയിൽ വീഴുമ്പോൾ ഏതെല്ലാം വഴികളിൽ വീണിട്ടുണ്ട്, ഏതെല്ലാം വഴികളിൽ പതറിപ്പോയിട്ടുണ്ട്, രോഗങ്ങളിൽ അനിശ്ചിതമായിട്ട് നിന്നിട്ടുണ്ട്. എന്നാൽ നമ്മളെല്ലാം ഒരു പ്രത്യാശ, ഇന്ന് നമുക്കില്ലാത്തതും ഇന്നിൻ്റെ ലോകത്തിൽ ഏറ്റവും കുറവുള്ളതുമാണ് ഈ പ്രത്യാശ. കാരണം നമുക്ക് പ്രത്യാശയേക്കാൾ കൂടുതൽ എന്താ ഉള്ളതെന്നറിയാമോ? നിരാശയാണ് ഉള്ളത്. ഇന്ന് എല്ലാം ഉണ്ട്, ഇന്ന് എന്തിൻ്റെ കുറവാണ്? നിങ്ങൾ ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്താൽ സ്വിഗ്ഗി ഫുഡ് കൈ കൊണ്ടുതരും അല്ലേ? നിങ്ങൾ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ വീട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അരി സാധനങ്ങളും വരും. ഏത് സാധനവും വിരൽത്തുമ്പിലുണ്ട്. പണ്ട് ഒന്നുമില്ലായ്മയുടെ കാലത്ത് അന്നത്തെ ആളുകൾക്ക് നേടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താണ്? അവർക്കൊന്നുമില്ലാത്ത അവസ്ഥയാണ്. അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അവർക്ക് തകർന്നു പോയാൽ എഴുന്നേൽക്കണം. കാരണം ഞാൻ വീണുപോയാൽ എൻ്റെ കുടുംബം തകർന്നു പോകും, ഞാൻ തകർന്നു പോയാൽ എൻ്റെ ഭവനം ഇല്ലാതാകും. ഒരു വ്യക്തിയുടെ തകർച്ച അവൻ്റെ മാത്രം തകർച്ചയല്ല, ആ കുടുംബത്തിൻ്റെ തകർച്ചയാ, ആ ഇടവകയുടെ തകർച്ചയാ, ആ ദേശത്തിൻ്റെ തകർച്ചയാ. അന്നത്തെ കാലത്ത് അവൻ എഴുന്നേറ്റേ മതിയാവൂ. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിലും നേടണമെന്നൊരു വാശി നമ്മുടെയൊക്കെ പണ്ടത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. തകർന്നു പോകുമ്പോൾ എഴുന്നേറ്റേ മതിയാവൂ എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. തളർന്നു പോയാലും ഞാൻ വീണ്ടും എഴുന്നേറ്റേ പറ്റൂ എന്നൊരു ചിന്ത കൊണ്ട് നമ്മളെല്ലാം എഴുന്നേറ്റവരാ. ശൂന്യതയിൽ സകലത്തെയും ഉണ്ടാക്കിയ ദൈവത്തിലല്ലാതെ ആരിലും പ്രത്യാശയില്ല എന്ന് പഠിപ്പിച്ച പൂർവികരായ മാതാപിതാക്കളുടെ മക്കളാണ് നമ്മൾ. എന്നാൽ ഇന്നത്തെ മക്കളുടെ പ്രത്യേകത, ഈ വർഷത്തിൻ്റെ 8ാം മാസത്തിലേ നമ്മളായിട്ടുള്ളൂ. ഈ വർഷത്തിനോടകം സ്കൂൾ കുട്ടികളിൽ 21 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്തിൻ്റെ കുറവാണ് കേരളത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്? ഉണ്ണാനില്ലേ? ഉടുക്കാനില്ലേ? ചോദിക്കുന്നതെല്ലാം ഇല്ലേ? ജീവിതത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. കാരണം എല്ലാം സമൃദ്ധമായിട്ടുണ്ട്. ഒന്നുമില്ലായ്മയുടെ കാലത്തിലും അവർക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു. ഇന്ന് അവരെഴുന്നേക്കുന്നത് തന്നെ പ്രത്യാശയോടാ. നമ്മളിന്ന് എഴുന്നേക്കുന്നത് തന്നെ എങ്ങനെയാ? ഒരു സുഖവും. റിട്ടയർ ചെയ്യുന്നവരെ നമ്മുടെ സങ്കടം എന്തായിരുന്നു? നാളെ ഇനി ജോലിക്ക് പോകണം. പിന്നെ മാസാദ്യം എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മളങ്ങ് ജോലിക്ക് അങ്ങ് പോകുക. അപ്പം നമ്മൾ പറയാം റിട്ടയർ ചെയ്താൽ മതിയായിരുന്നു. റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താ? ഇരുന്ന് വേര് മുളയ്ക്കുക. എന്തോ ഇനി രാവിലെ എഴുന്നേക്ക് അല്ലേ? ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും. പക്ഷെ പണ്ടുള്ളവരെ ഒന്നുമില്ല, മണ്ണിനോട് മല്ലടിക്കുക. എന്നാലും പ്രഭാതത്തിലെ അവർ പാടും, പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും. അവർ സന്തോഷത്തോടെ പറയാം, പ്രത്യാശയോടെ ഇതാ ഭക്തർ ഉണരുകയാണ്. നമ്മൾ ഇന്ന് ഉണരുന്നത് തന്നെ വീണ്ടും വീണ്ടും അലാം എങ്ങനെ മുന്നോട്ട്. ഈ ഒരു നിരാശയാണ് നമ്മളിൽ നിന്ന് നമ്മുടെ തലമുറയിലേക്ക് നമ്മളിങ്ങനെ കൈമാറ്റം. ഇന്ന് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കെന്താണെന്നറിയോ? ഡിപ്രഷൻ. പൊടിക്കൊച്ചുങ്ങളോട് പോലും ചോദിച്ചാൽ അവർ പറയുന്ന വാക്കാണ് ഹോപ്പില്ല, പ്രത്യാശയില്ല. അതിന് പകരം എന്താണ്? ഹോപ്പ്ലെസ് ആണ് എല്ലാവരും, പ്രതീക്ഷയില്ലാത്തവര്. പണ്ടൊക്കെ നമ്മൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക്കാണ്, നമുക്കവിടെ ചെല്ലണം, നമുക്കവിടെ എത്തിച്ചേരണം. പക്ഷെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടല്ലോ അശുഭാപ്തി വിശ്വാസം, പെസിമിസ്റ്റായിട്ട് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. അതെന്തിലേക്ക് നയിക്കുമെന്നറിയാമോ? പല കാര്യങ്ങളിലും അനിശ്ചിതത്വമാണ്. അവർ വിചാരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ജീവിതം കഴിഞ്ഞു, ഇനി മുന്നോട്ടൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരാ. എന്നിട്ടത് അസാധ്യതയിൽ എന്നാണ്, എനിക്കിനി എന്നെ കൊണ്ട് അത് സാധിക്കില്ല. ഡിപ്രഷനായി, പിന്നെ അത് ട്രോമയായി, പിന്നെ അത് മരുന്ന് കഴിക്കലായി, പിന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഒരാളെ കാണാൻ അച്ഛൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 44 വയസ്സുള്ളൊരു യുവാവ്, അയാളാണ് സ്കൂട്ടർ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പം അച്ഛനിങ്ങനെ പറഞ്ഞു, ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന വണ്ടിയാണ് വന്ന് തട്ടിയത്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛാ ഒന്നും ചോദിക്കല്ലേ, എൻ്റെ ഭാര്യയോടൊന്നും ചോദിക്കല്ലേ, ഞങ്ങൾ രണ്ടുപേരും ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവരാ. അപ്പം അച്ഛൻ ചോദിച്ചാൽ എന്താ പ്രശ്നം? കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും വർഷങ്ങളോളം സ്നേഹമായി നടന്ന് ഒളിച്ചോടി അവരുടെ സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചവരാ. അവിടെ അവരുടെ ഇഷ്ടം നടന്നു. അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് വീടെടുത്ത് താമസിക്കുന്നവരാണ്. അതവരുടെ ഇഷ്ടം നടന്നു. അവരുടെ കുഞ്ഞിനെ വളരെ സന്തോഷത്തോടെ വളർത്തുന്നവരാണ്. അവിടെ അവരുടെ ഇഷ്ടങ്ങൾ നടന്നു. എല്ലാ ഇഷ്ടങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവർ പറയുന്നത് എന്താണെന്നാണ്? ഡിപ്രഷനാന്നാ. പക്ഷെ എന്നാൽ നമ്മുടെയൊക്കെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വളച്ചൊടിച്ച് ജീവിച്ചിരുന്ന കാലത്ത്
നമുക്കൊന്നും എന്തുണ്ടായിരുന്നില്ല, ഇത്തരം വലിയ ഡിപ്രഷനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കല് ഒരു സന്ധ്യസമയമാണ്, നല്ല കാറ്റും കോളും ഉണ്ട്. ഒരു മനുഷ്യനൊരു പാണ്ഡവും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഓടി വരികയാണ്. കടത്തുകാരൻ പറഞ്ഞു, കടത്തിന്ന് അവസാനിച്ചു, കാരണം ഭയങ്കര മഴക്കാറാണ്, ഇനി മുന്നോട്ട് വെള്ളം ഇറക്കാൻ പറ്റത്തില്ല. അപ്പം ഇയാൾ പറഞ്ഞു, എനിക്ക് അക്കരെയുള്ള ആശുപത്രിയിൽ ഈ ഭാണ്ഡം എത്തിച്ചേ മതിയാവും. ഇയാൾ പറഞ്ഞു, ഇല്ല, ഇന്നിനി വെള്ളം ഇറക്കാൻ പറ്റില്ല, ശക്തിയായി മഴ പെയ്യും, അതിന് വില കൊടുക്കേണ്ടി വരും. അയാൾ പറഞ്ഞു, അല്ല, എനിക്ക് പോയേ പറ്റൂ, എനിക്ക് ഈ കയ്യിലിരിക്കുന്നത് അവിടെ ഏൽപ്പിച്ചേ പറ്റൂ. ആരാണവിടെ? എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമാണ് അവിടെ. ഈ കടത്തുകാരൻ ഈ മനുഷ്യൻ്റെ നിർബന്ധത്തിന് വള്ളം ഇറക്കുകയാണ്. വള്ളത്തിൽ കയറിയിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഈ വള്ളക്കാരൻ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നീന്താൻ അറിയാമോ? അയാൾ പറഞ്ഞു, ഇല്ല, എനിക്ക് നീന്താൻ അറിയില്ല. അപ്പം കടത്തുകാരൻ പറഞ്ഞു, കാറ്റ് അത്ര പന്തിയല്ല. അപ്പം ഇയാൾ പറഞ്ഞു, എന്ത് പറഞ്ഞാലും ചേട്ടാ, എനിക്ക് നീന്താൻ അറിയില്ല. പക്ഷേ ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി. ഈ വള്ളക്കാരൻ്റെ കയ്യിൽ വള്ളം നിന്നില്ല, വള്ളം മറിഞ്ഞു, രണ്ടുപേരും വീണു. വള്ളക്കാരന് വല്ലാതെ കുറ്റബോധം, ജീവിതത്തിൽ എന്തൊക്കെയോ പ്രതീക്ഷയുമായി കയറിയവനെ ഈ രാത്രിയിൽ ഞാൻ എന്ത് ചെയ്യും? ഈ കടത്തുകാരൻ മുങ്ങാങ്കുഴിയിട്ട് ഈ മനുഷ്യനെ നോക്കുകയാണ്, പക്ഷെ എങ്ങും അയാളെ കാണുന്നില്ല. വലിയ സങ്കടത്തോടെ ഈ കടത്തുകാരൻ നീന്തി അപ്പുറത്തുള്ള പാറമേൽ ചെന്ന് അയാളുടെ മുണ്ടും തോർത്തുമെല്ലാം കുടഞ്ഞു വിരിച്ചപ്പോൾ ഒരാളനക്കം അവിടെ പാറയിലിരിക്കുന്നു. അയാൾ ചോദിച്ചു, ആരാ അത്? അന്നേരം നേരത്തെ വള്ളത്തിലിരുന്നവൻ പറഞ്ഞു, ചേട്ടാ, ഇത് ഞാനാ. കടത്തുകാരൻ അങ്ങോട്ട് ഓടിച്ചെന്ന് മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി, അതെ, തൻ്റെ കൂടെ വള്ളത്തിലിരുന്നവനാണ്. അയാളോട് ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ വന്നു? അത് ഞാനിവിടെ എത്തി. നീയല്ലേ എന്നോട് പറഞ്ഞത് നീന്താൻ അറിഞ്ഞുകൂടാ എന്ന്? അപ്പം അയാൾ മറുപടിയായിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറയുന്നു ചേട്ടാ, എനിക്ക് നീന്താൻ. പിന്നെ നീന്തൽ അറിയുന്ന എന്നേക്കാൾ മുൻപേ നീ എങ്ങനെ ഇവിടെ എത്തി? അയാൾ ഈ ഭാണ്ഡം നെഞ്ചിൽ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നീന്തിയേ മതിയാവൂ. പ്രിയമുള്ളവരെ, എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇട്ടിട്ട് പോകണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്, ഈ ജീവിതം മതിയാക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം നീന്തിയത് എന്തുകൊണ്ടാ? നീന്തിയേ മതിയാവൂ. നീന്താൻ ആഗ്രഹമുണ്ടായിട്ടല്ല, നീന്തിയേ മതിയാവൂ. ഏത് കടത്തിൽ നിന്നും നീന്തി കയറിയേ മതിയാവൂ. ചിലരെ നശിപ്പിക്കുന്നവരുടെ കൂട്ടുകെട്ടാവും, ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് നീന്തി പുറത്തു വന്നേ മതിയാവൂ. നമ്മുടെ കുടുംബങ്ങളെ ഓർക്കുമ്പോൾ ചില ബലഹീനതകളൊക്കെ പലർക്കും ഉണ്ടാകും, ബലഹീന സ്വഭാവങ്ങൾ ഉണ്ടാകും. ചിലർക്ക് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടാവും, ചിലർക്ക് അസൂയയുടെ സ്വഭാവം ഉണ്ടാവും, ചിലർക്ക് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടാവും. പക്ഷെ കുടുംബത്തെക്കുറിച്ച് ഓർക്കണം. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഭാണ്ഡത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ നീന്തിയേ മതിയാവൂ. ഈ നീന്തിയേ മതിയാവൂത് അത് പ്രത്യാശയ്ക്ക് കാരണമായി തീരും. ഈ പ്രത്യാശ എത്ര പറഞ്ഞാലും എന്തോ കണ്ടിട്ട് സന്തോഷിക്കാനാ എന്ന് നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്നവരാ. സന്തോഷിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ചിന്തിക്കും, ഞാൻ എന്ത് കണ്ടിട്ട് സന്തോഷിക്കാനാ? എത്ര പ്രതീക്ഷയോടെ ഞങ്ങൾ മക്കളെ വളർത്തി. ഇപ്പം ഞങ്ങൾ ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. എത്ര പ്രതീക്ഷയോടുകൂടി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു. ദുഃഖം ഉള്ളിൽ കടിച്ചമർത്തുക. പക്ഷേ പ്രത്യാശയ്ക്ക് കാരണമുണ്ട്. ഈ ലോകത്ത് തരുന്ന മക്കളെയോ ഈ ലോകത്തിൻ്റെ സമ്പത്തോ ഒന്നുമല്ല നമ്മുടെ പ്രത്യാശ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മളോട് പറയാ, നിനക്കൊരു പ്രത്യാശയ്ക്ക് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്നറിയോ? ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ളത്. ഒരമ്മ നിന്നെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അത് ആരംഭിക്കുന്നത് എങ്ങനെയാ? ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. മറക്കാത്ത ദൈവം എനിക്കുണ്ട് എന്നത് ഒരു പ്രത്യാശയുടെ കാരണമാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി, ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ മക്കള്, ഞാൻ സ്നേഹിച്ച് എനിക്കുള്ളതെല്ലാം കൊടുത്ത സഹോദരങ്ങള്, അവരെല്ലാം എന്നെ മറന്നാലും, എൻ്റെ മക്കൾ എന്നെ മറന്നാലും, ആരെന്നെ മറന്നാലും, അമ്മ മറന്നാലും, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അടുത്ത വാക്യം എന്താ പറയുന്നത് അറിയോ? ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഇത് കാലങ്ങളായിട്ട് കേൾക്കുന്നതല്ലേ? ഞാൻ നിന്നെ എൻ്റെ നിങ്ങളെ നമുക്കറിയാം, നമ്മൾ എയർപോർട്ടിലൊക്കെ വേണ്ട, റേഷൻ കടയിൽ പോയാൽ മതി, ഇവിടെ എവിടെയെങ്കിലും പോയാൽ മതി, നമ്മളെ എന്താ ചെയ്യിക്കുന്നത്? തമ്പാ ചെയ്യിക്കുന്നത്. എന്താ കാര്യം? ഈ തമ്പ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? ഇത്രയും കോടി ജനങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിട്ടും നമുക്കല്ലാതെ ഈ തമ്പ് ഇംപ്രഷൻ വേറെ ആർക്കുമില്ല. ഉണ്ടോ? ഈ തമ്പ് ഇംപ്രഷൻ നമുക്കല്ലാത്ത വേറെ ആർക്കുമില്ല. വീണ്ടും നമ്മളെ പല സ്ഥലത്തുനിന്നും പറയും, ആ കണ്ണാടി ഊരിയിട്ട് ഇങ്ങോട്ട് സൂക്ഷിച്ചു നോക്കൂ,
അപ്പം നമ്മളിങ്ങനെ കണ്ണാടി ഊരിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. അപ്പോൾ ആ ഗേറ്റ് ഓപ്പൺ ആയിട്ട് പറയും, പൊയ്ക്കോളാൻ പറയും. ശരിയല്ലേ? കാരണം എന്താ? നമ്മുടെ ഈ കൃഷ്ണമണി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ എനിക്ക് എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ. അപ്പം നമ്മൾ പറയും അങ്ങനെയൊക്കെ പറഞ്ഞ കർത്താവിൻ്റെ എല്ലാവരും ചില സമയത്ത് നമ്മുടെ വിശ്വാസം നമ്മളെ ഉലച്ചു കളയും. അപ്പം നമ്മൾ ഓർക്കണം, ഈ തമ്പ് ഇംപ്രഷൻ എനിക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ കോടാനുകോടി മനുഷ്യർ ജീവിച്ച ഈ ലോകത്തിൽ, കോടാനുകോടി മനുഷ്യർ ഇപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ, കോടാനുകോടി മനുഷ്യർ ഇനി ജീവിക്കേണ്ട ഈ ലോകത്തിൽ എനിക്ക് മാത്രമേ ഇതുണ്ടോ എങ്കിൽ ദൈവത്തിന് ഞാൻ എന്ന പേഴ്സണെ കുറിച്ച് നന്നായി എന്നെ അവൻ മറക്കത്തില്ല എന്ന് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തില് യേശു തമ്പുരാനെ കടലിൽ കൂടി നടക്കുന്നതായിട്ട് കാണുകയാണ് പത്രോസ് ശ്ലീഹ പറയാ, ഓ ഇത് നീ ആയിരുന്നെങ്കിൽ ഞാനും വരാമായിരുന്നു. പത്രോസ് ശ്ലീഹയോട് യേശു തമ്പുരാൻ പറയാണ്, നടന്നു വരിക. നടന്നു പോയെങ്കിലും കാറ്റും കോളും കണ്ട് ലക്ഷ്യം മാറി ഭയന്നു പോയിട്ട് കർത്താവേ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുക. കർത്താവേ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുക. പലപ്പോഴും ജീവിതത്തിൻ്റെ കാറ്റിലും കോളിലും രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നവരാ നമ്മൾ. ഈ നിലവിളിയാണ് നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകരുതാത്തത്. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് കുരിശുമായിട്ട് നടന്നു പോകുന്നത് കണ്ടപ്പോൾ സ്ത്രീകൾ കരഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഊസ്ലേം പുത്രിമാരെ, നിങ്ങളെ ചൊല്ലിയും നിങ്ങളുടെ മക്കളെ ചൊല്ലിയും കരയാനാ പറഞ്ഞത്. എന്നാൽ നമുക്ക് ഇന്ന് നമ്മുടെ മക്കളെ ചൊല്ലി എന്താ കരയേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയാ. നിലവിളിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്, നിലവിളിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. മുങ്ങിത്താഴുമ്പോൾ കർത്താവെ രക്ഷിക്കണമേ എന്ന് പറയാൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. എന്നെ കൈ നീട്ടി പിടിക്കുന്ന ക്രിസ്തുവിനെ പ്രാർത്ഥനയുടെ പായിൽ കാണണമെങ്കിൽ നിലവിളിയോടെ ഞാൻ അവൻ്റെ സന്നിധിയിൽ മടക്കണം. മുട്ടുമടക്കിയിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഭൂമി പിളർന്ന് താന്നു പോകുന്നത് പോലെ തോന്നുമ്പോൾ കരം നീട്ടി എന്നെ ഉയരത്തിൽ നിന്ന് പിടിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നതിൻ്റെ പേരാണ് പ്രത്യാശ. കാരണം നിലവിളിക്ക് പകരം വെക്കാൻ ഒന്നുമില്ല. എന്നെ പിടിക്കും എന്ന ധൈര്യത്തിൻ്റെ പേരാണ് ആ പ്രത്യാശ. ഒന്നാമത് പറയാണ് പ്രത്യാശയുടെ ഒന്നാമത്തെ കാരണം, അവൻ എന്നെ മറക്കാത്ത ദൈവ. രണ്ടാമത്, കർത്താവ് നമ്മളുടെ അനുഗ്രഹദാതാവാണ്. സങ്കീർത്തനം 115:15. ഇവിടെ റാസ്യൊക്കെ കഴിഞ്ഞു വന്ന ആശീർവാദത്തിൽ അച്ഛന്മാർ എപ്പോഴും പറയുന്നതാ, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ചേർത്ത് വീണ്ടും പറയാണ്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മളെ അനുഗ്രഹിക്കും. ഈ ഓർത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. ഇപ്പം ഞാൻ അവിടെ വന്നിരുന്നപ്പോൾ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഓർക്കുന്നുണ്ടോ നമ്മൾ ഓതറെ വെച്ച്? എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും. ഇപ്പം ഞാൻ ഉടനെ ഇല്ല, ഓർക്കുന്നില്ല. എത്ര മുഴുവൻ നമ്മളെക്കുറിച്ചുള്ള ആ ഇംപ്രഷനും പൊട്ടിത്താഴോട്ട്. അതുപോലെ പലപ്പോഴും പല പാത്രങ്ങളിലും വിളമ്പിക്കഴിഞ്ഞ് നമ്മളെ മാത്രം ഒരാൾ ഓർക്കാതെ ഇരുന്നാൽ, അല്ലേ, സ്ഥിരമായി കാണുന്നവർ, നീ ഉണ്ടായിരുന്നോ, ഞാൻ ഓർത്തില്ല. നമ്മൾ പറയും, നീ എന്നെ വല്ലാതെ അവഗണിക്കുകയാണെന്ന് പറയും, അല്ലേ. ആരോർത്തില്ലെങ്കിലും കർത്താവ് നമ്മളോട് പറയാണ്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. ഓർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അനുഗ്രഹിക്കുന്നുണ്ട്. എന്നെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അതാണ് എൻ്റെ പ്രത്യാശയുടെ രണ്ടാമത്തെ റീസൺ. അതിന് എക്സാമ്പിൾ അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവൻ അതുള്ള നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെടും. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ശപിക്കുന്നവൻ. അപ്പൊ എന്നെ അനുഗ്രഹിക്കാൻ, എങ്ങനെ അനുഗ്രഹിക്കാൻ? ഓർത്ത്. അമ്മ മറന്നുപോയാലും, സഹോദരങ്ങൾ മറന്നുപോയാലും, കൂട്ടുകാർ മറന്നുപോയാലും, ഇടവക്കാർ മറന്നുപോയാലും എന്നെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഒന്ന്, എന്നെ മറക്കാത്ത ദൈവമുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. രണ്ട്, എന്നെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമുണ്ടെന്നാണ് എൻ്റെ പ്രത്യാശ. മൂന്ന്, അവൻ നമ്മുടെ അവകാശമാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 28-ാം വാക്യം പറയുന്നുണ്ട്, അവരുടെ അവകാശമോ ഞാൻ തന്നെ. അവരുടെ അവകാശമോ. അവിടെ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, ഇസ്രായേലിന് സ്വത്തൊന്നും കൊടുക്കരുത്. കാരണം
അവരുടെ സ്വത്ത് ഞാനാണ്. അവരുടെ സ്വത്ത്. ഇത് കേട്ടിട്ടാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയത്, എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ആരാണ് നമ്മുടെ സമ്പത്ത്? യേശുവിൻ്റെ സമ്പത്താണ്. അവൻ നമ്മുടെ സമ്പത്താകുന്നു. അപ്പൊ ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ ഒന്നാമത്തെ പ്രത്യാശ, അവൻ എന്നെ മറക്കാത്ത ദൈവമാണ്. സങ്കടങ്ങളിൽ നമ്മളോട് തന്നെ പറയണം, അവൻ എന്നെ മറക്കാത്ത ദൈവമാണ്. 2, സങ്കടങ്ങളിൽ നമ്മളോട് തന്നെ പറയണം, അവൻ എന്നെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. മക്കള് ഓർത്തില്ലെങ്കിലും, ഭാര്യ ഓർത്തില്ലെങ്കിലും, ഭർത്താവ് ഓർത്തില്ലെങ്കിലും അവൻ എന്നെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. 3, അവൻ എൻ്റെ സമ്പത്താകുന്നു. ഈ ഭൂമിയിലെ സമ്പത്തിനു വേണ്ടി എന്തുമാത്രം കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ നരച്ചത്. എന്തുമാത്രം. ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ കൂട്ടും, ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ ഡ്യൂട്ടി ഓവർ ടൈം. ഇപ്പം റിട്ടയർ ചെയ്തിരുന്ന് ചിന്തിക്കുമ്പം ഞാൻ എന്തിനായിരുന്നു ഇങ്ങനെ കിടന്ന്, ഞാൻ അന്നാലും കുഴപ്പമില്ല ഇച്ചിരി എന്തെങ്കിലുമൊക്കെ. എന്നാൽ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കട്ടെ, ആദ്യം അപ്പന്മാരാണെങ്കിൽ കയ്യിൽ ആകെ എന്തേ കാണത്തുള്ളൂ? അമ്മമാരുടെ കയ്യിൽ വളയും മാലയൊക്കെ കാണും. അപ്പന്മാരുടെ കയ്യിൽ എന്തേ കാണത്തുള്ളൂ? നമ്മളെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഇളയ മോനോട് മൂത്ത മോൻ പറയും, കഴിഞ്ഞു. എപ്പോഴായിരുന്നു? 5 മിനിറ്റായി. സത്യങ്ങളാണ് മോനെ. അപ്പം ചേട്ടൻ്റെ അനിയനോട് പറയും, മോനെ പപ്പാടെ കൈ മോതിരം ഉണ്ടായിരുന്നു, അങ്ങോട്ട് വെക്കുന്നതിന് മുമ്പ് അതിങ്ങൂരി ഇനി അതുകൂടെ ഉള്ളൂ, അതിങ്ങൂരി ഇങ്ങ് എടുത്തേരാ, അതിങ്ങൂരി. മമ്മിയുടേതിന് പിന്നെ ഒത്തിരി അവകാശക്കാർ അങ്ങനെ കിലുകിലാന്ന് കയ്യിലും കഴുത്തിലും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരന്നേരം വട്ടം കൂടും. ഊരി ഇല്ലേ? എന്തിനു വേണ്ടിയാ? പക്ഷെ കർത്താവാണ് എൻ്റെ സ്വത്ത്, കർത്താവാണ് എൻ്റെ സമ്പത്ത്, ഞാൻ തകർന്നു പോകുകയില്ല. അങ്ങനെ പ്രത്യാശയില്ലാതെ തകർന്നു പോകേണ്ടവരല്ല നമ്മൾ. ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ വിവേകത്തോടെ നങ്കൂരങ്ങളെ ഉറപ്പിക്കുന്ന അനേകരെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. യോശുവ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യം നമുക്കൊക്കെ നല്ല പരിചയമാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ പേര് തോമസ് എന്നും ശോശാമ എന്നും പിന്നെ വീണ്ടും സാം എന്നും എലിസബത്ത് എന്നും ഒക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബിജു, സിജു, മിനി, ആൻസി ആയി. പിന്നെ അതൊന്നും വേണ്ടെന്ന് ഓർത്ത് വീണ്ടും നമ്മൾ എന്തായി? ആരോൺ, ആൽബിൻ, അക്സ, കെസിയ ഇല്ലേ? ഇപ്പം ഇതിനകത്ത് നോക്കിയ ഒരു 15 അക്സ പേരുള്ള മക്കളുള്ളവർ കാണും. പിന്നെ 15 പേരുള്ള ആരോൺ അല്ലേ? സ്കൂളിൽ രജിസ്റ്റർ എഴുതാൻ നേരത്തെ ഏറ്റവും കൂടുതൽ എഴുതുന്ന പേരേതാണെന്നറിയോ? ആരോണും അക്സായും കെസിയായുമാണ്. ആരാന്നൊന്നും നമുക്ക് ഇഷ്ടമല്ല, പക്ഷേ അത് നമുക്ക് വളരെ പ്രിയപ്പെട്ട. ശരിക്കും ആരാ ഈ അക്സ? ആരാണ് അക്സ? ആരാണ്? വിശ്വാസത്തിനും ധൈര്യത്തിനും പേര് കേട്ട നേതാവായ കാലേബിന്റെ മകളാണ് അക്സ. മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിച്ചവനായ യോശുവ പ്രവാചകനോടൊപ്പം യാത്ര ചെയ്ത, ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്ത് എത്തിക്കുവാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച കാലേബിന്റെ മകളാണ് അക്സ. എന്താണ് അക്സയുടെ പ്രത്യേകത എന്നറിയാമോ? യോശുവ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ കിരിയത്ത് സേഫർ വിജയിക്കുക എന്നത് ഇസ്രായേൽ ജനത്തിന്റെ ആവശ്യമാണ്. ഇവിടെ ഒരു മോട്ടിവേഷനാണ് അപ്പൻ കൊടുത്തത് യുദ്ധത്തിന് പോകുന്നവർക്ക്. യുദ്ധത്തിന് പോകുന്നവരോട് പറഞ്ഞു, ഈ കിരിയത്ത് സേഫർ ജയിച്ചു വരുന്നവന് വേണ്ട ഞാൻ എൻ്റെ സുന്ദരിയായ മകളെ വിവാഹം ചെയ്തു കൊടുക്കും. അവരെന്ത് ചെയ്തു? ഒഥനിയേൽ ആ വെല്ലുവിളി ഏറ്റെടുത്തു. ഒഥനിയേൽ കിരിയത്ത് സേഫർ വിജയിച്ചു. കിരിയത്ത് സേഫർ വിജയിച്ച് കടന്നു വന്നവന് കാലേബ് തൻ്റെ മകളായ അക്സയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. കാലേബ് തൻ്റെ മകളായ അക്സയെ വിവാഹം ചെയ്തു കൊടുത്ത് അവരെ തെക്കേ ദേശത്തേക്ക് അയച്ചപ്പോൾ അക്സ തൻ്റെ ഭർത്താവായ ഒഥനിയേലിനോട് പറഞ്ഞു, ചോദിക്കേ. അപ്പം നമ്മളിങ്ങനെ പല കാര്യങ്ങളും പൊതുയോഗം കഴിഞ്ഞ് വന്നിട്ട് പറയും, നിങ്ങളത് ചോദിച്ചായിരുന്നോ? വേണ്ടാടി, അത് ചോദിച്ചാൽ വലിയ വിഷയം അവിടെ. അല്ലേലേ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചപ്പോൾ അറിയാമായിരുന്നു ഇതൊന്നും നടക്കാനുള്ള കാര്യമൊന്നും അല്ലേ? അപ്പം ഈ സ്ക്രൂ കൊടുത്തു വിടുന്നതാരാ എപ്പോഴും? ഏറെക്കുറെയൊക്കെ നമ്മൾക്കറിയാം അത് എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പം ഈ കിരിയത്ത് സേഫർ ജയിച്ചു വന്ന ഒഥനിയേലിൻ്റെ ഭാര്യയായ അക്സ ഒഥനിയേലിനോട് പറഞ്ഞു ചോദിക്കാൻ. ഒഥനിയേൽ ഇതൊന്നും വലിയ കാര്യമല്ല. പക്ഷേ അക്സ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങുന്നത് കണ്ട അപ്പനായ കാലേബ് ചോദിച്ചു, എന്താണ് മകളെ? മകള് മറുപടിയായിട്ട് പറഞ്ഞു, അപ്പാ അവിടുന്ന് ഞങ്ങൾക്ക് തന്നത് തെക്കേ ദേശമല്ലോ. ഈ തെക്കേ ദേശം എന്ന് പറഞ്ഞാൽ വരണ്ട ദേശമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കൊരു നീരുറവ കൂടി തരാമോ? മകളുടെ വിവേകത്തിൽ
അപ്പന് വളരെ സന്തോഷമുണ്ടായി. അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു അപ്പർ സ്പ്രിങ്ങും ഒരു ലോവർ സ്പ്രിങ്ങും 2 നീരുറവകൾ കൊടുത്തു. ഉയർന്ന മലമേലും താഴ്ന്ന പ്രദേശവും 2 നീരുറവ. വിവേകമുള്ള നങ്കൂരമാണ് അക്സ അവിടെ ഇട്ടത്. കാരണം എന്താണ്? നിലം കിട്ടിയിട്ട് കാര്യമില്ല. നിലം ഫലമുള്ളതാകണമെങ്കിൽ നനവുള്ളതായി തീരണം. നിലം ഫലമുള്ളതാകണമെങ്കിൽ അത് നനവുള്ളതായി തീരണം. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായിട്ടാണ് നൽകി കർത്താവ് ഇവിടെ നമ്മളെ ആക്കി. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരുടേത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കിതല്ലായിരുന്നു വേണ്ടത്, അതായിരുന്നു. ഞാൻ സിസ്റ്ററിനെ കാണുമ്പോൾ ഓർക്കും ഭാഗ്യവതി ഒന്നും അറിയണ്ടായല്ലോ. ഇനി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോയി കിടന്ന് സിസ്റ്റർ എന്നെ കാണുമ്പോൾ ഓർക്കും അയ്യോ കൊച്ചമ്മയ്ക്ക് എന്തൊരു സുഖം, ഇനി ചെങ്ങന്നൂർ വരെ പോകാം, അവിടെ ചെന്ന് പിള്ളേർ ഇല്ലേ. ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ എങ്ങനെയാണ് ഉള്ളതിനെ ഉപയോഗിക്കേണ്ടത്? ഉള്ളതിനെ നനവുള്ള ഫലഭൂയിഷ്ഠിയുള്ള തോട്ടം, മറ്റുള്ളവരുടെ കയ്യിലുള്ളതിനെയല്ല, എനിക്കു ദൈവം തന്നിരിക്കുന്നതിനെ നനവുള്ള തോട്ടമാക്കി മാറ്റണമെങ്കിൽ ഇവിടെ കാലേബ് അപ്പനായ ദൈവത്തിനോട് തുല്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ കാലേബ് അപ്പനായ ദൈവത്തിന് തുല്യം. ഇവർക്ക് കൊടുത്ത തെക്കേ ദേശം, എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം, എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന സൗഭാഗ്യം, എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, ഇതൊക്കെയാണ് ഏറ്റവും ദൈവം തന്നിരിക്കുന്ന വലുതെന്ന് പറഞ്ഞാണ് നമ്മൾ അതിന് വിസ്തൃതി വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ നമ്മളോട് പറയാണ് നീ അതിനെ എന്താണ് ചെയ്യേണ്ടത്? നീ അതിനെ ചെയ്യേണ്ടത് ദൈവത്തോട് നീരുറവയെ ചോദിക്കണം. നമ്മുടെ എല്ലാം ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഈ ഭൗതിക ജീവിതം വരണ്ടു പോകാതിരിക്കാൻ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പലയിടത്തും പൈസ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആത്മീയ ജീവിതം വരണ്ടു പോകുന്നുണ്ടോ എന്ന് നമ്മളിൽ എത്ര പേർ ശ്രദ്ധാലുവാണ്? സ്പിരിച്വൽ ഡ്രൈനസ് നമുക്കെല്ലാം ഒരുവിധം സ്പിരിച്വൽ ഡ്രൈനസ് അനുഭവപ്പെടുന്നുണ്ടോ? ഈ സ്പിരിച്വൽ ഡ്രൈനസ് ഉണ്ടാവുന്നത് നമ്മൾ അറിയാറുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോയമ്പിൻ്റെ സമയത്ത് നമ്മുടെ സ്പിരിച്വാലിറ്റി എങ്ങനെയാ? ഗ്രാഫ് ആയിരുന്നെങ്കിൽ അതിങ്ങനെ കുത്തനെ മുകളിലോട്ടാ. നോയമ്പ് കഴിയുമ്പോഴോ, ഈസ്റ്റർ കഴിയുമ്പോഴോ അതിങ്ങനെ കുത്തനെ താഴോട്ടാ. വീണ്ടും അടുത്ത നോയമ്പ് വരുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ മേളിലോട്ട്, അത് കഴിഞ്ഞ് താഴോട്ട്, ഇങ്ങനെ മേളിലോട്ടും താഴോട്ടും സ്പിരിച്വാലിറ്റി പോകുന്നതല്ലാതെ അതെന്തുകൊണ്ടാ പലപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ ഡ്രൈ ആയി പോകുന്നതിൻ്റെ കാരണം ഈ വചനം കേട്ട് അനുസരിച്ച് കഴുകപ്പെടാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. ഈ വചനം കേൾക്കുന്നതിൽ നിങ്ങളെ ദോഷം പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇത്രയും പേരൊക്കെ ഇത്രയും തിരക്കുള്ള നഗരത്തിൽ ഒന്നാം ദിവസം, എനിക്ക് തോന്നുന്നു ഒന്ന് സൺഡേ, അപ്പോൾ ഇന്ന് ആദ്യം മുതൽ അച്ഛൻ ആദ്യ ദിവസം വന്നായിരുന്നല്ലോ, ഇങ്ങനെ പറയാം നമുക്ക് ആദ്യ ദിവസം വന്നായിരുന്നല്ലോ, ഞാൻ ബാക്കി ദിവസമൊന്നും കണ്ടില്ലോ. അത് അച്ഛ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ആയതുകൊണ്ടാണ് ബാക്കി ദിവസങ്ങൾ. അതാകാം, എന്താണെങ്കിലും ഇത്രയും പേര് കടന്നു വന്നു. പക്ഷെ കേൾക്കുന്ന വചനം എന്നെ കഴുകണം, ഈ നങ്കൂരം എന്നെ ഉറപ്പിക്കണം. അല്ലെങ്കിൽ പേരിൽ മാത്രം ഒരു ക്രിസ്ത്യാനിയായി ഞാൻ മാറിയാൽ സ്പിരിച്വൽ ഡ്രൈനസ് എന്നിലുണ്ടാവും. അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം ഈ പറയുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കണേ. ഒരു ആത്മീയ താല്പര്യക്കുറവ്, ഒരു താല്പര്യക്കുറവ്. 2, പ്രാർത്ഥനയിൽ പലപ്പോഴും മടുപ്പുണ്ടാകാറുണ്ടോ? ഇച്ചിരി കഴിഞ്ഞ് ഇന്നിപ്പോൾ എഴുന്നേറ്റ് താമസിച്ചു, ഇനിയിപ്പോൾ കാപ്പി ഇട്ട് കുടിച്ചു, ഒന്നിച്ച് ഇച്ചിരി നേരം കഴിഞ്ഞ് അല്ലേ, അന്നേരം പുള്ളിക്കാരനെ വിളിക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ നടക്കാൻ പോകും, എന്നാൽ പിന്നെ തിരിച്ചു വന്നിട്ട് അങ്ങനൊരു മടുത്ത ആത്മീയത, തണുത്ത ആത്മീയത. ചിലരെങ്ങനെയാണെന്നറിയോ? ദോഷം പറയരുതല്ലേ, എല്ലാം ചൊല്ലുന്നുണ്ട്, എന്നാൽ നിന്മാതാവ് വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ പോലും എന്താന്ന് ഇത്രയും കാലമായിട്ട് വയസ്സ് 70 പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞാൽ എന്നതാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, ഇങ്ങനെ ചൊല്ലി തീർക്കുന്ന ആളാണോ ഞാൻ? ചിലർ പള്ളിയിലൊക്കെ വന്ന് കയ്യും കെട്ടി നിൽക്കുന്നത് കണ്ടാൽ ഇന്ന് കഴിഞ്ഞ് നാളെ തൊട്ട് യുദ്ധം പ്രഖ്യാപിക്കാൻ വന്ന് നിൽക്കുന്ന പോലെയാണ് അല്ലേ? കൈയൊക്കെ കെട്ടി ഇങ്ങനെ മേളിലോട്ട് നോക്കി, ചുണയുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്നൊരവസ്ഥ. നമ്മളെ അങ്ങനെ പറയരുത്, കൈ കെട്ടി നിൽക്കത്തില്ല. അനന്തവിഹായസിൽ കൂടി പറന്ന് മോളുടെ അടുത്ത് ഓസ്ട്രേലിയയിൽ പോയി തിരിച്ചു വന്ന്, അല്ല മോളുടെ അടുത്തോട്ട് ഒരാൾ പോകുന്നുണ്ട്, ഉപ്പേരി കൊടുത്തു വിടണോ അതോ അവരോട് എങ്ങനെ ചോദിക്കുന്നത്? അതൊക്കെ എപ്പോഴാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ചിന്തിക്കുന്നവരുണ്ട്, കുർബാനയെ ചിന്തിക്കുന്നവരുണ്ട്, ഇങ്ങനെ കയ്യും കെട്ടി വെറുതെ നിൽക്കുന്ന ആത്മീയത. പിന്നെ അടുത്ത ആത്മീയത എന്താണെന്നറിയോ? ആചാരങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ അടുത്ത അച്ഛൻ വന്നിട്ട് പറയും അല്ല ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഇതിപ്പോൾ മാതാവിൻ്റെ പള്ളി, അച്ഛൻ അത് പറഞ്ഞാൽ പറ്റത്തില്ല, ഇവിടെ അത് വേണം. എല്ലാ പള്ളിയിലും കൊടിയുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളിയിലും
എല്ലാ പുള്ളിയിലും ചെമ്പുണ്ടെങ്കിൽ ഞങ്ങൾക്കും എന്ത് വേണം? അല്ല, അപ്പം അച്ഛൻ ചോദിക്കും അങ്ങനെ പറഞ്ഞാൽ എന്തുവാ, അങ്ങനെ പറഞ്ഞാൽ എന്തുവാ എന്നുള്ളതല്ല ഇവിടുത്തെ ശീലം. അല്ലെങ്കിൽ അച്ഛൻ തിരുമേനിയോട് പറഞ്ഞിട്ട് മാറിക്കോ. എന്താ ഇതിൻ്റെ അർത്ഥമെന്നൊന്നും അറിഞ്ഞൂടാ, വെറുതെ ഇങ്ങനെ ആചാരങ്ങളിങ്ങനെ തീർത്ത് വരിക. ചില സമയത്ത് നമുക്കുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ പേരെന്താണെന്നറിയോ? ഡിവൈൻ ഹിപ്പോക്രസി. ഞാനൊരു ഭക്തനാണ്, പക്ഷെ നിങ്ങളുടെ ഒന്നും കാര്യത്തിൽ എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല. ഡിവൈൻ ഹിപ്പോക്രാറ്റായിട്ട് നമ്മളിൽ കുറച്ച് പേര്, അങ്ങനെ കുറച്ച് പേര്. ചിലർ മറ്റുള്ളവർ പള്ളിയിൽ എങ്ങനെയാണ്, അച്ഛൻ ശരിയല്ല, ഈ അച്ഛൻ ഒന്നും ശരിയല്ല, പിന്നെ നമ്മൾ എന്തിനാണ്, ആരും ശരിയല്ല പള്ളിയിൽ, അതുകൊണ്ട് ഞാൻ പോണോ വേണ്ടിയോ എന്ന് ഒന്ന് ആലോചിക്കണം, അങ്ങനെ പറയുന്ന കുറച്ച് പേര്. പിന്നെ കുറച്ച് പേർക്ക് ഒരാഴ്ച മുഴുവൻ വീട്ടിലൊക്കെ വെറുതെ ഇരുന്ന് നമ്മളെല്ലാവരെയും കൂടെ കാണാൻ പറ്റുന്ന ഒരു മിംഗ്ലിങ്ങും ഒരു സന്തോഷവും അല്ലേ, അത് കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച്. ഇതാണ് ഒരു ആത്മീയ ഡ്രൈനസ്. ഈ ഡ്രൈനസ്, ആത്മീയ ബന്ധത്തിലെ അഭാവം നമ്മുടെ തലമുറയെ ദൈവത്തിൽ നിന്ന് അകറ്റും. നമ്മൾ വീട്ടിൽ ഈ കാണിക്കുന്നത് നമ്മളെയല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വീണ്ടും പള്ളി വരും. കുറച്ച് നാൾ കഴിയുമ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടേക്ക് തന്നെ വരും. പക്ഷെ ഇത് കണ്ടുപിടിക്കുന്ന തലമുറ ദൈവത്തെ, നമ്മൾ കണ്ട ദൈവം ആരാന്നറിയോ? നമ്മൾ ഈ ട്രിവാൻഡ്രം എയർപോർട്ടിൽ കാണുന്ന ഫ്ലൈറ്റാണ് നമ്മൾ കണ്ട ദൈവം. പക്ഷെ നമ്മുടെ തലമുറ കാണുന്ന ദൈവം ആരാന്നറിയോ? ഇല്ല, ആകാശത്ത് പറക്കുന്ന ആ കുഞ്ഞി പൊട്ടായ ഫ്ലൈറ്റിനെയാണ്. രണ്ടും ദൈവം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അറ്റ് ലാസ്റ്റ് നമ്മൾ എവിടെ വരും? പക്ഷെ നമ്മളുടെ വാക്കുകൾ കൊണ്ട്, നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ ദൂരെയാക്കി കാണിക്കുന്ന ഒരു പ്രവണത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ അത് ആത്മീയ ഡ്രൈനസ് തന്നെയാണ്. ഈ ആത്മീയത എന്ന് പറയുമ്പോൾ ചില അച്ചടക്കം നമ്മൾ പാലിച്ചേ മതിയാവൂ. ഇവിടെ അക്സയെ പോലെ ചോദിക്കേണ്ടത് ദൈവസന്നിധിയിൽ ചോദിക്കാൻ നമുക്ക് പ്രാപ്തി വേണം. മെറ്റീരിയലായിരിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കർത്താവ് നമ്മളോട് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം വാക്യം, യഹോവ നിന്നെ എല്ലായ്പ്പോഴും വഴി നടത്തും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും വഴി നടത്തുമെന്നാണ്. ഈ ധൈര്യം ഉണ്ടാകണമെങ്കിൽ വീണ്ടും പരിശുദ്ധ അമ്മയെ പോലെ ആയിത്തീരണം. പരിശുദ്ധ അമ്മ ദൂതൻ്റെ മുൻപാകെ നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്താ എന്നുള്ള രീതിയിൽ നിന്നപ്പോൾ ദൂതൻ പരിശുദ്ധ അമ്മയോട്, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ ദൂതൻ പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ നിന്നിൽ നിന്ന് ഉതിർന്നതെല്ലാം ഉത്ഭവിക്കുന്നതെല്ലാം വിശുദ്ധ പ്രജയായ, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നത് വിശുദ്ധ പ്രജയാകും. ഇത് നമ്മളോടും പറയാണ്. നമുക്കും പലതും സാധിക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭാവമാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈ ലോക ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവിടെയാണ് സ്പിരിച്വൽ ഡ്രൈനസ് വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പെരുന്നാൾ നടത്തി മുന്നോട്ട് പോകാനല്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ, കാരണം ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും ആത്മാവാണ്, ആലോചനയുടെ ആത്മാവാണ്. ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടത്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വന്നാൽ എന്ത് ഗുണമുണ്ടെന്നറിയാമോ? 58-ാം അധ്യായം 11-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട് യെശയ്യാ പ്രവാചകൻ, നീ നനവുള്ള തോട്ടം പോലെയാകും, വെള്ളം വറ്റിപ്പോകാത്ത നീരുറവയായി മാറും. ഏതു പ്രായത്തിലും നീ നനവുള്ള തോട്ടം പോലെ, വെള്ളം വറ്റാത്ത നീരുറവ പോലെ ഒരു ലോകത്തിൻ്റെ നിരാശയും നിന്നെ ബാധിക്കില്ല. അക്സയെ പോലെ നീരുറവയെ ചോദിച്ചു വാങ്ങാൻ നമുക്ക് സാധിക്കണം. വീണ്ടും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. നിനക്ക് പോലും സാധിക്കാത്തത്, ദാവീദ് രാജാവിന് സാധിക്കാത്തത് ശലോമോനിൽ കൂടെ ദൈവം പൂർത്തീകരിച്ചതുപോലെ പുരാതനമായിട്ടുള്ള നിന്റെതിനെല്ലാം തിരികെ കൊണ്ടുവരുവാൻ നിന്റെ സന്തതിയെ ഈ ദേശത്ത് ദൈവം എഴുന്നേൽപ്പിക്കും. വീണ്ടും പറയുന്നു, തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. ആർക്കും സാധിക്കാത്ത പലതിനെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ കൃപയുള്ള മക്കൾക്ക് മാത്രമേ ഈ കാലത്തിൽ ഉണർന്നിരിക്കാനും ഒരുങ്ങിയിരിക്കാനും ഒക്കെ കൃപയുടെ ഒരു ശേഷിപ്പ് ആവശ്യമാണ്. കൃപയുള്ള തലമുറ. നമ്മളെക്കുറിച്ചല്ല, നമ്മുടെ തലമുറകളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുകയെ. നമ്മൾ ആരാണെന്നറിയാൻ നമ്മുടെ തലമുറയൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. നമ്മുടെ തലമുറയൊന്ന് സൂക്ഷിച്ചു നോക്കുക. ജീവിതത്തിൻ്റെ പല തിരക്കുകളിലും എൻ്റെ മക്കൾക്ക് ഞാൻ എവിടെയെങ്കിലും വെച്ച് ദൈവത്തെ കൊടുക്കാൻ മറന്നുപോയോ?
പക്ഷെ ചിലർ എത്ര പ്രാർത്ഥിച്ചിട്ടും തലമുറകൾ തെറ്റിപ്പോയവരുണ്ട്. സാരമില്ല, വീണ്ടും കണ്ണുനീരോടുകൂടി നീരുറവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പിതാക്കന്മാരെ പോലെ മുട്ടുമുടക്കുന്ന തലമുറയെ ദൈവം നമ്മുടെ മുൻപിൽ കാണിച്ചു തരും. നനവുള്ളവർ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധമുള്ള തലമുറയാകണം. നമ്മൾ ഈ കടന്നു വരുന്നതുകൊണ്ട് ഒരുവനെങ്കിലും പാപത്തെക്കുറിച്ചുള്ള ബോധവും നീതിയെക്കുറിച്ചുള്ള ബോധവും, കർത്താവേ നിന്റെ ന്യായവിധിയുടെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കും എന്നുള്ള ബോധവും ഓരോ ദിവസവും നമ്മളെ ഓരോരുത്തരെയും ഭരിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാം പ്രത്യാശയുടെ നങ്കൂരം ക്രിസ്തുവാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുക. ഈ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം, ബേസിക് നീഡ്സ്. ഞങ്ങളുടെ ബയോളജി ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ചിലപ്പോൾ ചാടി എഴുന്നേറ്റ് ബിനിക്കൊച്ചമ്മ പറയും ബേസിക് നീഡ്സ്, ഫുഡ്, ഷെൽട്ടർ, ഇതൊക്കെ ചാടി എഴുന്നേറ്റ് പറയാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നമുക്കറിയാം അല്ലേ? ആഹാരവും വസ്ത്രവും പാർപ്പിടവും. ശരിക്കും മനുഷ്യൻ്റെ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താ? ഒന്നും തന്നില്ലേലും മൂക്കും വായും കൂടെ പൊത്തിപ്പിടിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഓക്സിജനാണ് അല്ലേ നമ്മുടെ ഏറ്റവും ആവശ്യം. നമുക്ക് ശ്വാസം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഈ വീസിങ് ഉള്ളവരോട് ചോദിക്കണം, ശ്വാസം മുട്ടിയ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്. ശ്വാസം മുട്ടലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പുറത്തെ മനുഷ്യന് ഓക്സിജൻ ആവശ്യമാണെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യനുണ്ട്. അകത്തെ മനുഷ്യൻ ദൈവത്തിന് ആവശ്യം എന്ത് മാത്രമേ ഉള്ളൂ? നമ്മുടെ പുറത്തെ മനുഷ്യനെ നമ്മുടെ മക്കൾ കൊണ്ട് കല്ലറയ്ക്കകത്ത് കുഴിച്ചു വിട്ടും എഴുതിരിയും കത്തിച്ചു വെക്കും. നമ്മുടെ അകത്തെ മനുഷ്യനെ ഉയരത്തിലേക്ക് പോകേണ്ടതാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. ഈ അകത്തെ മനുഷ്യൻ്റെ ഓക്സിജൻ എന്താണെന്നറിയോ? പ്രാർത്ഥനയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ഓക്സിജൻ. ഈ ഓക്സിജൻ എന്തുമാത്രം, ചിലരെക്കുറിച്ചൊക്കെ പറയാറില്ലേ, ഈ ഓക്സിജൻ സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു അങ്കിൾ ഉണ്ട് കേട്ടോ, ഓക്സിജൻ സിലിണ്ടർ വെച്ചിരിക്കുക, കാരണം സ്വന്തമായി ശ്വസിക്കാൻ സാധിക്കാത്തത് കൊണ്ട്. എന്നാൽ അകത്തെ മനുഷ്യന് ഈ ഓക്സിജനാണ് പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചേ, എൻ്റെ വ്യക്തിപരമായി ഞാൻ ദൈവവുമായിട്ടുള്ള എൻ്റെ എത്ര നേരത്തെ ബന്ധം എനിക്കുണ്ട്? നമ്മളിൽ പലരും അങ്ങനെയാണെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യരിൽ പലർക്കും വെന്റിലേറ്ററിൽ കിടക്കുക അല്ലേ? നമ്മുടെ പലരുടെ അകത്തെ മനുഷ്യൻ ICU കിടക്കുക. ശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ജീവനുണ്ട് എന്നെനിക്ക് പേരുണ്ടെങ്കിലും ഞാൻ മരിച്ചവനാകുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു, 2-ാം വാക്യത്തിൽ പറയുന്നു, ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും പുറമെയൊക്കെ ഇങ്ങനെ ഭക്തി വേഷമൊക്കെ എനിക്കുണ്ട്, പക്ഷെ ശക്തി സാക്ഷ്യമില്ലാതെ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുക എൻ്റെ അകത്തെ മനുഷ്യൻ. അപ്പം നമുക്ക് എന്ത് വേണം? അകത്തെ മനുഷ്യന് പ്രാർത്ഥനയാകുന്ന ഓക്സിജൻ വേണം. രണ്ടാമത്തെ നമ്മുടെ ആവശ്യമാണ് ജലം. ഈ ജലമില്ലാതെ ഒന്നും നടക്കത്തില്ല. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും എന്ത് കൂടിയേ സാധിക്കൂ? നമുക്കറിയാം സിവിലൈസേഷൻസ് ഒക്കെ അല്ലേ, നാഗരികത സിവിലൈസേഷൻസ് എല്ലാം നദീതടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാ. നദികളും വെള്ളങ്ങളും ഉള്ള തീരങ്ങളിലാണ് ഈ സിവിലൈസേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. വീണ്ടും നമുക്കറിയാം ഈ ഭൂമിയിൽ എത്ര % വെള്ളമെന്നറിയോ? 71% വാട്ടറാണ് ഈ ഭൂമിയിൽ. നമ്മുടെ ശരീരത്തിൽ എത്ര വെള്ളം ഉണ്ടെന്നറിയോ? ശരാശരി ഒരു സാധാരണ മനുഷ്യൻ 60% വെള്ളം. അപ്പം നമുക്ക് എന്ത് കൂടിയേ തീരൂ? നമുക്ക് ജലം കൂടിയേ തീരൂ. അതുകൊണ്ടാ യേശു തമ്പുരാൻ ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, ദാഹിക്കുന്നേവരുമേ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കലേക്ക് വരണം. മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള എന്നിലെ ഇന്നർ മാൻ, അകത്തെ മനുഷ്യന് ആവശ്യമിരിക്കുന്ന ജലമാണ് പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. നമ്മളിൽ എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വരണം. ഈ ദിവസത്തെ ശുശ്രൂഷകളിലെല്ലാം വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വരണം. പാപത്തെക്കുറിച്ചൊരു ബോധം, എൻ്റെ കുറവുകളെക്കുറിച്ചൊരു ബോധം. ഈ ആദാമിന് ഈ സാന്നിധ്യം നഷ്ടപ്പെട്ട കൂട്ടത്തിൽ ബാക്കി മുഴുവനും കൂടെ പോയി. ഈ ഒരെണ്ണം താഴെ പോയപ്പോൾ ആദാമിൻ്റെ മുഴുവൻ പോയി. യഹോവയാം ദൈവം എന്ത് ചെയ്തു? മതി, ഇങ്ങ് വന്നേ, നീയും നിന്റെ ബെറ്റർ ഹാഫിനെ വിളിച്ച് ഇവിടുന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് യഹോവയാം ദൈവം എന്ത് ചെയ്തു? പറുദീസയ്ക്ക് ചുറ്റും വേലി കെട്ടി. പറുദീസ് നമുക്കാകെ ഒരാളുടെ വേലി അറിയത്തുള്ളത്. ആരുടെയാ? ശ്രീ സമാജക്കാർക്ക് നന്നായിട്ട് അറിയാം. ആരുടെ വേലിയാ? ഇയ്യോബിൻ്റെ വേലി അല്ലേ? സ്ത്രീകളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആദ്യം പ്രാർത്ഥിക്കുന്ന വാക്കാണ് ഇയ്യോബിന് വേലി കെട്ടിയതുപോലെ. ഇതാ വേലിയല്ല, പുറത്താക്കിയിട്ട് വേലിയും കെട്ടി. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ സംസാരങ്ങൾ കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ നിഷേധാത്മകമായ ജീവിതം കൊണ്ടോ ആത്മീയ അഭിനയം കൊണ്ടോ എൻ്റെ ദൈവം എൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേലി കെട്ടി എന്നെ പുറത്താക്കുമോ? എൻ്റെ മക്കളുടെ അനുഗ്രഹത്തിന് പലപ്പോഴും വേലി കെട്ടി കിടക്കുന്നത്
എൻ്റെ പ്രശ്നം കൊണ്ടാണോ? അവിടെ പരിശുദ്ധാത്മാവ് കൂടിയേ സാധിക്കൂ. ദൈവം എൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ മക്കൾക്ക് കൊടുക്കണമെങ്കിൽ എന്തു വേണം? ദൈവം ഒരു വേലി കെട്ടാതെ അനുഭവം എന്നിൽ ഉണ്ടാകണം. അടുത്ത എൻ്റെ ബേസിക് നീഡാണ് ആഹാരം, അല്ലേ? എനിക്ക് ആഹാരം വേണ്ട, ഒന്നും കഴിക്കുന്നില്ല അച്ഛാ, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ കൈകൊണ്ട് കാണിക്കും. ഈ ഇത്രയേ ഉള്ളൂ എങ്കിലും നമ്മുടെ ശരീരത്തിന് എന്ത് കൂടിയേ സാധിക്കും? എന്ത് കൂടിയേ സാധിക്കൂ? ആഹാരം കൂടിയേ സാധിക്കുള്ളൂ. നമ്മുടെ അകത്തെ മനുഷ്യനും എന്ത് വേണം? അകത്തെ മനുഷ്യനും എന്ത് വേണം? നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ആഹാരമാണ് ദൈവത്തിൻ്റെ വചനം. ഇന്ന് സ്വാഗത പ്രസംഗത്തിൽ കൊച്ചച്ഛൻ ഏത് ഉപമയെക്കുറിച്ചാണ് പറഞ്ഞേ? ഏത് ഉപമയെക്കുറിച്ച് പറഞ്ഞ്? വിത്തുകളുടെ, അല്ലേ? ശീമാ നമസ്കാരത്തിൽ നമ്മൾ പാടാറുണ്ട്, ഞങ്ങളെ നൽനിലമാക്കണമേ നാഥാ നിൻ കൃപയാൽ. ബാക്കി പാട്. തിരുവചനത്തിൻ വിത്തുകളാത്മാവിൽ വളരണമേ, ഞങ്ങളെ നൽനിലമാക്കണമേ നാഥ. എങ്ങനെ? തിരുവചനത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ഉള്ളിൽ കിളിക്കാൻ. നമ്മളെല്ലാം വചനം കേൾക്കുന്നുണ്ട്. ഈ വചനം എന്തെങ്കിലും അകത്തിരിപ്പുണ്ടോ? വേണമെന്ന് വിചാരിക്കും. ഇതൊന്നും. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ടീച്ചർ എവിടെയെങ്കിലുമൊക്കെ പോയി പ്രാർത്ഥിക്കണമെന്നുണ്ട്. പക്ഷെ അവിടോട്ട് ഞാൻ പഠിച്ചുകൊണ്ടൊക്കെ പോകും. അവിടെ ചെന്ന് നിൽക്കുമ്പം അതെല്ലാം അങ്ങ് പോകും. അവിടെ ചെല്ലുമ്പോൾ അതെല്ലാം. ഞാൻ ചോദിച്ചു പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഞാൻ പാമ്പാക്കുട നമസ്കാരം കൊണ്ടുവന്ന് വായിക്കും, അല്ല ഇപ്പം എന്തോ ചെയ്യാൻ. ആഗ്രഹമുണ്ട്, പക്ഷെ അതിങ്ങോട്ട് എൻ്റെ വചനത്തിൻ്റെ വിത്തുകൾ. വചനം എന്നെ കഴുകണം, വചനം എന്നെ കീറണം, വചനം എന്നെ ഉരയ്ക്കണം, വചനം എന്നെ പോളിഷ് ചെയ്യണം. എന്നിട്ട് നല്ല നിലമാക്കിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ. ഇന്ന് നമ്മൾ ഫുഡിനെ കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച് ഭയങ്കര നമ്മൾ കോൺഷ്യസാണ്. കാരണം എന്താ? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കുറേ ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷെ ഹെൽത്തി ആയ ഫുഡ് നമ്മുടെ മക്കൾ കഴിക്കുന്നില്ല എന്നുള്ള വലിയ ടെൻഷനാണ്. അതാണ് നമ്മുടെ അകത്തെ മനുഷ്യനും നമ്മുടെ മക്കൾക്ക് ഹെൽത്തി ഡയറ്റാണോ വചനം? നമ്മുടെ മക്കൾ വചനം വായിക്കുന്നത് എങ്ങനെയാ? പരീക്ഷയുടെ അന്ന് രാവിലെ നമ്മൾ പറയും മോനെ ബൈബിള്. അപ്പം നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? ഈ നടുക്കൂന്ന് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർക്കുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും. കഴിഞ്ഞു. ഇന്നത്തെ വചന ധ്യാനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മളുടെ പലരുടെയും, അല്ലേ? ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ സെപ്പറേറ്റ് ഉണ്ട്. പക്ഷേ ഈ വേദപുസ്തകം എല്ലാവർക്കും കൂടെ ഒരെണ്ണം ഷോക്കേസ് വെച്ചിട്ടുണ്ട്. വേണ്ടപ്പോൾ മാത്രം. ഇത് ഞാൻ ജപ്പാനിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്, ഇത് ഞാൻ ടോക്കിയോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വാങ്ങിച്ചതാണ്, ഇത് ഞാൻ ISROയിൽ നിന്ന് ഇങ്ങനെ പറയും. പക്ഷെ ഇത് മാത്രം എന്താണ്? ഇത് ഞങ്ങൾ കല്യാണത്തിന് കിട്ടിയതാണ്. അത് ഞങ്ങൾ എവിടെ വെച്ചിട്ടുണ്ട്? ഷോക്കേസിൽ. എല്ലാവർക്കും കൂടെ ഒരെണ്ണമേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ ആർക്കും ഇവിടെ ഒരു പരാതിയില്ല. ആരും തമ്മിൽ വഴക്കുമില്ല. അത് എവിടെ ഇരിപ്പുണ്ട്? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ? ഈ മദ്ബഹായിലോട്ട് കയറ്റാൻ നമുക്ക് നല്ല ഉത്സാഹമാണ്. എന്നിട്ട് ബാറിക്കുമോർ ഇത്ത കേട്ടിട്ടില്ലേ? പൗലോസ് ലീഗയ്ക്ക് പോലും സഹിക്കാൻ വയ്യാത്ത രീതിയിലാണ് നമ്മുടെ മക്കൾ വായിക്കുന്നത്. പലപ്പോഴും നമുക്ക് ലജ്ജ തോന്നും. നമ്മുടെ ഈ നാട്ടിൽ ജനിച്ച് വളരുന്ന നമ്മുടെ മക്കൾ വായിക്കുന്നത് കേൾക്കുമ്പോൾ നേരെ ഞങ്ങൾ അറിയിച്ചതിനെതിരായിട്ട് വേറെ ആരെങ്കിലും അറിയിച്ചാൽ എന്ന് പറഞ്ഞ പൗലോസ് ലീഗയുടെ ലേഖനങ്ങൾ വായിക്കുന്നത് കേട്ടാൽ അമ്മമാർക്ക് മാത്രം സന്തോഷം തോന്നും. അച്ഛാ അവൻ ഇത്രയൊക്കെ വായിക്കുന്നു ഉണ്ടല്ലോ, വയസ്സ് 16 വായിക്കുന്നത് കേട്ടാൽ അച്ഛൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന്, പണ്ടത്തെ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് തിരിച്ചു കളയും. ഇപ്പം അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നാളെ ഇവരെവിടെ ഇരിക്കും? തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ ഏറ്റവും അങ്ങേ മൂലയ്ക്ക്. അതുകൊണ്ട് അവരൊന്നും എന്തുകൊണ്ടാ? വചനം ഉറക്കെ വായിക്കാൻ നമ്മുടെ മക്കളെ വീട്ടിൽ ശീലിപ്പിക്കണം. അതിനാദ്യം എന്തു ചെയ്യണം? മദർ തെരേസ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് വെരി ഈസി ടു ഷോ എക്സാമ്പിൾ, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ബി ആൻ എക്സാമ്പിൾ. വായിച്ച് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കുഞ്ഞി കാര്യങ്ങൾ കള്ളത്തരമൊക്കെ ചെയ്യുന്ന എപ്പോഴായിരുന്നെന്നറിയോ? എൻ്റെ ഫാദർ ചെറുപ്പത്തിൽ ഈ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ, ജോലി കഴിഞ്ഞ് വന്ന് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 1/4 മണിക്കൂർ ഇങ്ങനെ ഉറക്കെ വായിക്കും. ആ സമയത്താണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും കാര്യങ്ങൾ നടത്തുന്നതും, ഇല്ലേ? പക്ഷെ നമ്മളുടെ ആ കൊച്ചു പ്രായം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തു പതിഞ്ഞു? സന്ധ്യയിൽ ഇങ്ങനെ വായിക്കുന്ന ഒരപ്പനും ഒരമ്മയും ഒക്കെ കണ്ടു വളരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇന്നറായിട്ടുള്ള നമ്മുടെ ആത്മാവിന്
ഹെൽത്തി ഡയറ്റ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് അടിസ്ഥാനപരമായ ആവശ്യമാണ് വസ്ത്രം. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ഒരു കുറവുമില്ല അല്ലേ? ഇന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് തന്നെ നമ്മൾ ഒരു സാധനം തപ്പാൻ വേണ്ടി എന്ത് ചെയ്ത് കാണും? മുഴുവൻ ഇങ്ങോട്ട് വാരി എടുത്തിട്ട് ഇത് മുഴുവനും എടുത്ത് അല്ലേ, ഒരെണ്ണം എടുക്കും, ഇതെല്ലാം ഇഷ്ടം പോലെയാ. പക്ഷെ ആത്മീയ വസ്ത്രത്തിൻ്റെ അവസ്ഥ എന്താ? സക്രിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പ്രവാചകനായിരിക്കുന്ന യോശുവായ്ക്ക് നേരെ സാത്താൻ കുറ്റം ചുമത്തുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? അവൻ്റെ ആത്മീയ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. സാത്താൻ പറയുന്നതിന് കാരണം അവൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. അവൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. എൻ്റെ ആത്മീയ വസ്ത്രം എങ്ങനെയാ? ഞാൻ എന്തിനാണ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നത്? ഞാൻ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നത്? ഞാൻ എങ്ങനെയാണ് എൻ്റെ ആലയത്തിൽ വന്ന് നിൽക്കുന്നത്? ഞാൻ എന്താണ് എൻ്റെ ആലയത്തിൽ കേൾക്കുന്നത്? പരിശുദ്ധ കുർബാനയിലേക്ക് ഞാൻ കടന്നു വരുന്നത് എപ്പോഴാ? അച്ഛാ, ട്രാഫിക് ആയിരുന്നു. എന്തായിരുന്നു? പറയേ. ട്രാഫിക് ആയിരുന്നില്ലേ? എയർപോർട്ടിൽ അങ്ങനെ നമ്മൾ പോവോ? എയർപോർട്ടിൽ നമ്മൾ അങ്ങനെ പോവോ? വെബ് ചെക്ക് ഇൻ ചെയ്താൽ പോലും 1 മണിക്കൂർ മുമ്പേ നമ്മളവിടെ പോയി എന്ത് ചെയ്യും? ഇങ്ങനെ താടിക്കും കൈ കൊടുത്ത്. അല്ലെങ്കിൽ നമ്മളെ കൂട്ടാതെ ആര് പോവും? ട്രെയിനിൽ കയറാനാണെങ്കിൽ നമ്മളിങ്ങനെ പോവോ? ചെല്ലുമ്പോൾ എന്തേ കാണുള്ളൂ? ട്രെയിനിൻ്റെ ബാക്കിലെ എക്സ് ഇല്ലേ? പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ മാത്രം എന്ത് പറയും? അച്ഛാ, എന്തായിരുന്നു? ട്രാഫിക്കായിരുന്നു. അച്ഛൻ ആദ്യം തന്നെ ഇവിടെ വരും. അച്ഛൻ മണിയടിക്കുമ്പോൾ കൗമ നമസ്കരിക്കും. എന്നിട്ട് അച്ഛൻ ചൊല്ലും, നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. അച്ഛൻ തിരിഞ്ഞു നോക്കൂ, ആരുമില്ല. മുന്നം നിന്നാഗമനം ചൊല്ലിയ നൽനിബിയരോടൊപ്പം. അപ്പോൾ കറുകലച്ചൻ കൊച്ചച്ഛനെ നോക്കും. അപ്പോൾ കൊച്ചച്ഛൻ തിരിഞ്ഞിങ്ങോട്ട് നോക്കും, ആരുമില്ല. മഹിതന്മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഇവരൊപ്പം. കൊച്ചച്ഛൻ വലിയച്ഛനെ ധൈര്യപ്പെടുത്തും, സാരമില്ല, മഹിതന്മാർ ബസേലിയോസും ഗ്രിഗോറിയോസ് പിതാക്കന്മാരെല്ലാം വന്നിട്ടുണ്ട്. ഉജ്ജ്വല ദീപമെടുത്തോരൻ അറിവേറിയ നാരികളൊപ്പം. വലിയച്ഛൻ കൊച്ചച്ഛനോട് തിരിച്ചു പറയും, ബുദ്ധിയുള്ള കന്യകമാരെല്ലാം വന്നിട്ടുണ്ട്, അല്ലാത്തവരെല്ലാം ആരാണച്ചാ? ബോഷന്മാരാ. വേണ്ടപ്പോൾ വന്നോളും. അങ്ങനെ നമസ്കാരത്തിന് ശേഷം, നമസ്കാരം എപ്പോഴെങ്കിലുമൊക്കെ ആകുമ്പോൾ നമ്മൾ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരും. നമ്മൾ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? കൊച്ചച്ഛൻ നേരത്തെ തുയോബോയ്ക്ക് കയറി, വലിയച്ഛൻ ഇതുവഴി ഇങ്ങനെ കയറി പോകുന്ന. ഇതിനു മുമ്പിരുന്ന അച്ഛന്മാർക്കൊന്നും ഇത്ര ധൃതി ഇല്ലായിരുന്നു. ഈ അച്ഛൻ വന്നേ പിന്നെയാണ് ഇത്ര നേരത്തെ അകത്തോട്ട്. ഇവിടെ തുടങ്ങിയിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞു. അച്ഛൻ അങ്ങോട്ട് കയറിപ്പോവുകയും ഞാൻ വരികയും ജസ്റ്റ് മിസ്. ഇറങ്ങുമ്പോഴെല്ലാം പറയും, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട്, പണ്ടുള്ളവർക്ക് ഈ ദേശത്ത് എല്ലാം കൂടെ ഒരു പള്ളി ഉണ്ടായിരുന്നുള്ളൂ. തലേ ദിവസം മുതൽ അവർ ഒരുങ്ങുമായിരുന്നു. അത് പറയുമ്പോൾ നമ്മൾ പറയും, നമ്മളെപ്പോലത്തെ പ്രാരാബ്ദമൊന്നും അവർക്ക് പ്രാരാബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ. വെളുപ്പിനെ പശുവിന് വെള്ളം കൊടുത്തിട്ടായിരുന്നു അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നത്? എഴുന്നേറ്റ് വന്നുകൊണ്ടിരുന്നത് അല്ലേ? നമ്മൾ ഷുഗറിൻ്റെ ഒരു ഗുളിക വായിലിട്ടിട്ടെങ്കിൽ പോന്നാൽ മതി. നമ്മളെ സംബന്ധിച്ച് അച്ഛൻ അങ്ങ് കയറി പോവുകയും, ഞാൻ എന്തിനു വന്നതായിരുന്നു? കുർബാന സ്വീകരിക്കാൻ. വലിയ കാര്യത്തിൽ വന്നപ്പോഴത്തേക്ക് അച്ഛന്മാരങ്ങ് കയറി. ഈ ഇടയായിട്ട് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് വലിയൊരു ചർച്ച തന്നെ നമ്മൾ നടത്തും. അത് കഴിഞ്ഞ് പരിശുദ്ധ കുർബാന ആരംഭിച്ചതിന് ശേഷം ഏവങ്കേലിയോൻ വായിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആകെ അറിയാവുന്നത് സൺഡേ സ്കൂൾ പിള്ളേർക്ക് മാത്രമാണ്. കാരണം സൺഡേ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, എന്താ ഇന്ന് എന്തായിരുന്നു? നമ്മളോട് ചോദിക്കണം. നമ്മൾ എന്തോ കേട്ടു എടി, ഞാനങ്ങ് ഒരാഴ്ചത്തേക്ക് വലിയ ആത്മീയ ആഹാരമായിട്ട്. അപ്പം നമുക്ക് കാണാൻ സാധിക്കണം, ഗിരിമേളൊക്കെ നിന്ന് കർത്താവ് പറയുന്നത് കാണാൻ നമുക്ക് പരിശുദ്ധ കുർബാനയിൽ സാധിക്കണം. വീണ്ടും പരിശുദ്ധ കുർബാനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് അച്ഛൻ തിരിഞ്ഞ് പ്രൊമിയോൻ സദറ വായിക്കുമ്പം അച്ഛൻ ഇങ്ങനെ അനുതാപ ഹൃദയത്തോടു കൂടി, കർത്താവെ, ഭൂമിയിലെ നിന്ദ്യ പൂഴിയായ ഞാൻ എൻ്റെ പാപത്തെയും എൻ്റെ ജനത്തിൻ്റെ പാപത്തെയും നിന്നോട് അർപ്പിക്കുന്നു, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മളപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓസ്ട്രേലിയ വഴി ഇങ്ങനെ ഉപ്പേരി കൊടുത്തു വിടണോ? അതോ ഇപ്രാവശ്യം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ആ മണി അടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം അങ്ങനെ ഇരുന്ന് സമാധിയായി പോകുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ തിരിഞ്ഞിട്ട് പറയും, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ ഒരു സമാധാനവും കൊടുക്കുന്നില്ല. ഇവരാരും ആ സമാധാനം പറയുന്നില്ല കേട്ടോ.
ഇവിടെ നിന്ന് ആരേലും പറഞ്ഞു നോക്കിക്കുക സമാധാനം. അച്ഛൻ കൂടെ കൂടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സമാധാനം ഉണ്ടോ? എന്താ കാര്യം? അച്ഛനോടൊപ്പം കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനമോ അത് ലോകം നൽകുന്ന സമാധാനമല്ല, ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല. കാരണം ഏതവസ്ഥയിലും പ്രത്യാശയുടെ നങ്കൂരം ക്രിസ്തുവായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ സമാധാനം കണ്ടെത്താൻ ശീലിക്കും. വലിയ വലിയ രോഗങ്ങളുമായിട്ട് കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ ചെല്ലും. നമ്മൾ അവരെ കാണുമ്പോൾ കരയും. അപ്പം അവർ നമ്മളോട് പറയും, സാരമില്ല, കർത്താവ് ഇതിനെല്ലാം നമ്മൾ കരഞ്ഞേച്ച് തിരിച്ചു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ വലിയ പ്രതിസന്ധി കൂടെ ഒക്കെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ ചെല്ലും, നമ്മൾ കരയുകയും ചെയ്യും. അവർ നമ്മളോട് പറയും, സാരമില്ല, ദൈവമെല്ലാം. കാരണം ചെറിയതുപോലും നമുക്ക് താങ്ങാൻ പലപ്പോഴും സാധിക്കാറില്ല. പക്ഷെ വലുതിൽ കൂടെ നമ്മൾ കടന്നു പോവുകയും ദൈവത്തിൻ്റെ സമാധാനം സത്യമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുശേഷം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അച്ഛൻ കൈകളിലെടുത്ത് പ്രാർത്ഥിക്കുന്നതിന് തൊട്ടു മുൻപേ മാലാഖമാർ പരിശുദ്ധൻ പരിശുദ്ധൻ, അന്നേരം പറയുന്നത് പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെ. എത്ര മാലാഖമാരാ? ഒന്നോ രണ്ടോ മാലാഖമാരല്ല, 9 വൃന്ദം. നമ്മൾ അന്നേരം ഇതൊന്നും അറിയുന്നില്ല. അത് പകുതി ആകുമ്പോഴാണ് നമ്മൾ കേൾക്കുക പരിശുദ്ധൻ തൊട്ടാച്ച്. എല്ലാവരും ചൊല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ശരിക്കും 9 വൃന്ദം മാലാഖമാരോടൊപ്പമാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് അന്നേരം അവസരം നൽകുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഉത്സാഹമാണ്. കാരണം എന്താ? ഇനി ഒരു പ്രാർത്ഥനയും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ അപ്പത്തെ കർത്താവിൻ്റെ തിരുശരീരം തിരു രക്തം കൂടെ കേൾക്കുകയും നമ്മൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്, അല്ലേ? നമ്മൾ ലാൻഡ് ചെയ്യുന്നൊരു ഫ്ലൈറ്റിൻ്റെ റൺവേയുടെ ആ ഒരു പ്രകടനമാണ്. പിന്നെ നമ്മൾ ആ ഇരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്? ഇരിക്കുന്നത് നമ്മുടെ വിചാരം അതിനിടയ്ക്ക് ഈ ഇൻ്റർവെല്ലാണെന്നാണ്. കുറച്ച് പേർക്ക് ഇരിക്കാഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട്, കുറച്ച് പേർക്ക് പുറത്തിറങ്ങാഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട്. പുറത്തിറങ്ങി അവിടെ നിന്ന് ഇച്ചിരി വർത്താനം പറഞ്ഞ് ഇവിടെ നിന്ന് ഇച്ചിരി അവിടെ ചാരിയിരുന്ന് ഇവിടെ ചാരിയിരുന്ന് അത് കഴിഞ്ഞ് വർത്താനം തീരാത്തത് കൊണ്ട് തുബ്ദേൻ കഴിഞ്ഞാലും നമ്മൾ പലപ്പോഴും അകത്തോട്ട് കയറത്തില്ല. കാരണം പറഞ്ഞു നിർത്തുന്ന പോയിന്റ് അങ്ങോട്ട്. ഇവിടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നത് എപ്പോഴാണെന്നറിയോ? അൻപുടയോനെ പാടുന്ന സമയത്ത്. അന്നേരം എന്തായാലും അച്ഛൻ മാറിയിട്ടിരിക്കുക. അപ്പം നമ്മളില്ലെങ്കിലും പതുക്കെ ചെന്നാൽ കർത്താവിൻ്റെ തിരുശരീരത്തെ ഖണ്ഡിക്കുന്ന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തിയവൻ, എന്നെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവൻ, എനിക്ക് വേണ്ടി നിന്ന സഹിച്ചവൻ, 3 ആണിമേൽ ഞാന്ന് കിടന്ന് ലോകത്തിൻ്റെ നിന്നയെ മുഴുവൻ എനിക്ക് വേണ്ടി ഏറ്റെടുത്തവൻ, ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടി നഗ്നനായി തൂങ്ങിക്കിടന്നവൻ, ഒരമ്മ കണ്ടു നിൽക്കെ ഒരു യുവാവ് ഒരു നഗ്നനായി തൂങ്ങിക്കിടന്ന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ തൻ്റെ പ്രാണനെ വെടിഞ്ഞ, തൻ്റെ കൈകളിൽ ആണി ഇറക്കിയ, തൻ്റെ കാലുകളിൽ ആണി ആഴ്ന്നിറങ്ങി, തൻ്റെ വിലാവ് കുത്തി തുറന്ന് എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടവൻ്റെ മുൻപിൽ കണ്ണുനീരോടുകൂടി നാം നിന്ന് നമ്മെ തന്നെ മുറിക്കേണ്ട സമയങ്ങളിലാണ് ഇത്ര റിലാക്സ് ആയിട്ട് നമ്മൾ ഇരിക്കുന്നത്. പലപ്പോഴും ഈ ആത്മീയ വസ്ത്രം അഴുക്കാവുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞ് നമുക്കെല്ലാം ഇഷ്ടം. അത് കഴിഞ്ഞ് നാം ദൈവസ്തുതന്മാർ കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ എന്ത് തുടങ്ങും? നിന്നാൾ സ്തുതിയോട്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എന്താവുന്നത്? ഒരു എനർജറ്റിക് ആവുന്നത്. കാരണം അത് കാണാതെ പഠിച്ച് നമ്മൾ വെച്ചിരിക്കുക. കൂടെ അങ്ങ് ആരെക്കുറിച്ചാണ് എന്താണെന്ന് നമുക്കറിയേണ്ട പ്രശ്നമില്ല, നമ്മൾ അതിൻ്റെ കൂടെ. എന്നാൽ ആ സമയത്ത് സ്വർഗം തുറന്നിരിക്കുന്നതും പരിശുദ്ധ അമ്മ രാജമുടി ചൂടി നിൽക്കുന്നതും സഹതയന്മാർ നിൽക്കുന്നതും സ്ലീഹന്മാർ നിൽക്കുന്നതും എല്ലാം കാണുവാൻ തക്കവണ്ണം ആത്മീയ നയനങ്ങൾ തുറക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ആത്മീയ വസ്ത്രം കളങ്കമില്ലാതിരിക്കുന്നത്. അന്നേരം തൂകുന്ന കണ്ണുനീരാണ് നമ്മുടെ പാപത്തെ കഴുകി പരിശുദ്ധ കുർബാനയിൽ നമ്മെയും അവരോടൊപ്പം ലയിപ്പിക്കുന്നത്. അതിനുശേഷം പരിശുദ്ധ കുർബാനയുമായിട്ട് അച്ഛൻ വരുമ്പോൾ ഇത് നിങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനൊന്നും പറയുന്ന മാത്രം നമുക്കറിയാം. ഏറ്റവും പുറകെ നിൽക്കുന്നവര് ഇതൊരു കോമ്പറ്റീഷൻ ആണെന്ന് പറഞ്ഞ് സൈഡിൽ കൂടെ ഒക്കെ നുഴഞ്ഞ് കയറി, ഇല്ലേ? പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ചൊല്ലിത്തരുന്നൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ കർത്താവേ നിന്നെ ഭക്ഷിക്കാൻ എന്നെ യോഗ്യരാക്കണം. എന്തിന്? അവിടുത്തെ പരിശുദ്ധ ശരീരം ഞാൻ ഭക്ഷിക്കുമ്പോൾ എന്ത് കിട്ടണം? എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണോ? അല്ല, അവിടുത്തെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുന്നത് മൂലം എൻ്റെ ദുർമോഹങ്ങൾ ക്ഷയിക്കണം. ജീവനുള്ള കാസായിൽ നിന്ന് ഞാൻ പാനം ചെയ്യുമ്പോൾ
എൻ്റെ ദുർവികാരങ്ങൾ, ഞാനൊരു പുതിയ മനുഷ്യനാകണം. ഓരോ പരിശുദ്ധ കുർബാനയും സ്വീകരിക്കുമ്പോൾ ഞാൻ പുതിയ മനുഷ്യനാകണം. എൻ്റെ ആത്മീയ വസ്ത്രം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ വെള്ള നീലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയും പിടിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുകയാണ്. അതിനുശേഷം പരിശുദ്ധ കുർബാനയെ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുന്ന സമയത്ത് ദോഷം പറയല്ലോ, അവിടെ ഇവിടെയും പോയിരിക്കുന്നവരെല്ലാം ഓടി എല്ലാ വാതിലിലും ചുറ്റും തെള്ളി അന്നേരം ഒരു പ്രാർത്ഥനയും. അന്നേരം പ്രാർത്ഥിക്കാൻ സമയം കിട്ടത്തില്ല കേട്ടോ. അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെയാണ് കാണിക്കുന്നത്. കർത്താവ് ഇതുപോലെ വരും. അന്നൊന്നിനും സമയമില്ല. ഊവോ എന്നോ ഇല്ല എന്നുള്ള ശബ്ദം മാത്രം. ഊവോ ഇല്ലയോ, അത് കർത്താവെ അങ്ങനെ ആയതുകൊണ്ട് ഇല്ല. ഊവോ ഇല്ലയോ, കർത്താവെ അന്ന് ഞാൻ നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ പോകുവീൻ, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന ശബ്ദം ഇതായിരിക്കണം. നമ്മളുടെ ഭൗതിക നീഡ്സ് ഒക്കെ ആവശ്യം തന്നെ, വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ സ്പിരിച്വൽ ഡ്രൈനസ് എന്നെ നശിപ്പിക്കും, എൻ്റെ തലമുറയെ നശിപ്പിക്കും, എൻ്റെ തലമുറയുടെ തലമുറയെ നശിപ്പിക്കും. നമ്മൾ പലപ്പോഴും പറയും വിദേശ രാജ്യങ്ങളിലൊക്കെ പള്ളികൾ അങ്ങനെയായി, പിന്നെ എന്തായി, പള്ളികൾ ബാറായി, പബ്ബായി. പക്ഷെ ഒന്നുമല്ല കേട്ടോ, ഒന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരു സൈഡിൽ കൂടെ അങ്ങനെ ആയെങ്കിൽ മറ്റു സൈഡിൽ കൂടെ ശക്തിയായിട്ട് അവർ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അച്ഛനൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നവരാ, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് മക്കളൊക്കെ ഉള്ളവർ ഇതിനകത്തിലുണ്ട്. അവിടെ ചെന്നിട്ട് അങ്ങനെ തോന്നിയോ? അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഇന്നത്തെ തലമുറ ലജ്ജിക്കുന്ന രീതിയിലാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ ചിട്ടയോടെ ആരാധനയിൽ നിൽക്കുന്നത്. എത്ര ചിട്ടയോടെ! നമസ്കാരങ്ങളെല്ലാം എല്ലാ നിറത്തിലും പാടാൻ അറിയുന്ന, പുസ്തകങ്ങൾ കൈ പിടിക്കുന്ന ചിട്ടയുള്ള ഒരു വലിയ ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നഷ്ടപ്പെടുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ നാട്ടിലാണ്. അവിടെല്ലാം പോയി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പോയി എന്ന് വിചാരിച്ചിടത്തൊക്കെ അവർ മുഴുവൻ ശക്തിയോടുകൂടി അത് തിരിച്ചു പിടിച്ചു. എന്നാൽ എൻ്റെ തലമുറ പോകാതിരിക്കണമെങ്കിൽ മുഴുവൻ ശക്തിയോടുകൂടി എൻ്റെ നിലം ഞാൻ നനച്ചേ മതിയാവൂ. അതിനാദ്യം ഞാൻ എൻ്റെ ആത്മീയ വസ്ത്രം, കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ആത്മീയ വസ്ത്രത്തിൽ ഭക്തൻ എന്ന പേരുള്ള അപ്പനാണോ ഞാൻ? ഭക്തൻ എന്ന വെറും പേരുള്ള അമ്മ, ഭക്തൻ എന്ന പേരുള്ള ഒരു വ്യക്തിയാണോ ഞാൻ? എൻ്റെ ഉള്ളറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവസാനം പാർപ്പിടം. സദൃശ്യവാക്യം 18-ാം അധ്യായം 10-ാം വാക്യം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാകുന്നു, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാകുന്നു. ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം തള്ളിയാലും യഹോവയുടെ നാമമാണ് ബലമുള്ള ഗോപുരം. ഈ ഗോപുരത്തിൽ അഭയം പ്രാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ, കർത്താവ് എൻ്റെ സ്പിരിച്വൽ ഡ്രൈനസ്, ആത്മീയമായ വരൾച്ചയെ കർത്താവ് മാറ്റണമേ എന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ കേൾക്കുന്ന വചനങ്ങളെല്ലാം എന്നെ ആഴത്തിൽ നനയ്ക്കാൻ, ഞാൻ നഷ്ടപ്പെടുത്തിയ കൃപ. ഇന്ന് വിത്തുകളുടെ ഉപമ കേട്ടു. അതിൻ്റെ കൂടെ അച്ഛൻ പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. യേശുതമ്പുരാനെ കാണണമെന്ന് ആഗ്രഹിച്ച ആളുകളോട് യേശുതമ്പുരാൻ പറഞ്ഞ മറുപടിയാത്. യേശുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞവരോട് പറഞ്ഞതാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ. ഈ ഇരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഇത് 38ാമത്തെ കൺവെൻഷനാണ്, അടുത്ത വർഷം കേൾക്കാൻ വന്നതുകൊണ്ടൊന്നും കാര്യം ആയില്ല. ഇവിടെ 2 ദിവസം നാലാഞ്ചിറ, അടുത്ത 2 ദിവസം എവിടെയാ? പേരൂർക്കട. അത് കഴിഞ്ഞ് 2 ദിവസം വണ്ടി പിടിച്ച് ഇങ്ങനെ നടന്നതുകൊണ്ട് കാര്യമായില്ല. കേൾക്കുന്നത് കർത്താവേ, ഈ വർഷത്തെ എല്ലാ ദിവസത്തെ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ഇനി ഒരു കൺവെൻഷൻ കാലത്ത് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല, നമുക്കറിഞ്ഞൂടാ. ഇന്നലെയും കണ്ടു, ചൂരൽമലയിൽ ഒരു മാസം 25 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരുന്ന കടമുറികളും വീടും പെൻഷനും എല്ലാവുമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരാൾ ഓട്ടോറിക്ഷ ഓടിച്ച് 200 രൂപ ദിവസക്കൂലിക്ക് ഓട്ടോറിക്ഷ ഓടിക്കുക. ഒരു മാസം 25 ലക്ഷം രൂപ കടമുറികളുടെ വാടകയായും തൻ്റെ ജോലിയുടെ പെൻഷനായും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നയാൾ ഇന്ന് 200 രൂപയ്ക്ക് ഒരാളുടെ ഓട്ടോറിക്ഷ. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷം ചൂരൽമലയിലെ ആ വലിയ ദുരന്തത്തിൽ അതിശയത്തോടെ ഞാൻ ആ വാർത്ത വായിക്കുക. അവരിൽ നിന്നൊന്നും ഒട്ടും യോഗ്യത കൂടുതൽ നമുക്കില്ല, ഒട്ടും അവരിൽ നിന്നൊന്നും പ്രാഗൽഭ്യം പറയാൻ നമുക്കില്ല. പക്ഷെ എൻ്റെ ആത്മാവിനെ എനിക്ക് കഴുകി സൂക്ഷിക്കാൻ, ആത്മാവിന് ആവശ്യമായിരിക്കുന്ന ഓക്സിജൻ കൊടുക്കാൻ, ആത്മാവിന് ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കാൻ. ഏത് വലിയ വെല്ലുവിളികളിലും ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിനൊരു നങ്കൂരമായിരിക്കണം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും നമ്മുടെ ആരാധനകളിലുമെല്ലാം എൻ്റെ പ്രത്യാശ ക്രിസ്തുവിലാണ്. എന്ത് സംഭവിച്ചാലും, അമ്മ മറന്നാലും എന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. അവൻ എൻ്റെ പേര് അവൻ്റെ ഉള്ളം കയ്യിലാണ് വരച്ചിരിക്കുന്നത്, അല്ലേ? ചിലപ്പോൾ അത് സംശയം തോന്നുമ്പം തമ്പ് ഓർക്കണം. വീണ്ടും അവൻ എന്നെ ഓർത്തനുഗ്രഹിക്കുന്ന ദൈവമാണ്. 3, അവൻ എൻ്റെ അവകാശമാണ്. അവൻ എൻ്റെ സ്വത്താണ്, അവൻ എൻ്റെ അവകാശമാണ്. പ്രത്യാശയിൽ ഉയർന്നു നിൽക്കാൻ, പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കാവലും കോട്ടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ സാക്ഷ്യമുള്ളവളായി തീർന്നതുപോലെ, ധൈര്യത്തോടുകൂടി നമ്മുടെ മുൻപിൽ ജീവിച്ചതുപോലെ, എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ഭൗതിക ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ധൈര്യത്തോടെ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.